സിസ്റ്റർ നിർമ്മല 1-ാം നമ്പർ വാർഡിലുണ്ട്. രാഘവൻ ഈ ആഹാരം എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. അതേ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്യൂ. യെസ് ഡോക്ടർ. ഒരു കത്തുണ്ട്. എന്തു പറ്റി? എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് തോന്നുന്നു. ആരുടെ കത്താ? മാസങ്ങൾ എത്രയോ കടന്നു പോയിട്ടും കാണാനുള്ള ആഗ്രഹം അടക്കി നിർത്താനാവുന്നില്ല. ഒരു നോക്ക് മാത്രം, ഒരു നിമിഷം മാത്രം. അതിനായി ഞാൻ വീണ്ടും വരുന്നു. മിസ്റ്റർ ക്ലീൻ. മുട്ടായി, കോഴിമുട്ടായി, നാടൻ കോഴിമുട്ടായി, മുട്ടായി, 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 കോഴിമുട്ടായി, കോഴിമുട്ടായി, നാടൻ കോഴിമുട്ടായി. രോഗി കോഴിയല്ല പറന്നു മുട്ടായിരുന്നു. വല്ലതും പറ്റിയോ? പിന്നെ പറ്റാതെ 1,500 രൂപയുടെ മുട്ടയല്ലേ പൊട്ടിയത്? അതല്ല, ദേഹത്ത് വല്ലതും പറ്റിയോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ഒരാള് ആക്സിഡന്റ് പെട്ട് മരിക്കാൻ പോകുമ്പോ അയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ചർച്ച നടത്താൻ വേണ്ടത്. വരും. എവിടേക്ക്? ആശുപത്രിയിലേക്ക്. അതിന് മാത്രം ഒന്നുമില്ല. അത് നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. നടക്കാനാ പറഞ്ഞത്. വിട്. നിങ്ങൾ ആരാ? ജീപ്പ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, നിങ്ങളെല്ലാം ഇനി വിട്ടോളൂ. ഞാൻ ഈ ആക്സിഡന്റ് ഉണ്ടായാലും എല്ലാവരും രക്ഷിക്കുന്നതാ. നേരെ ശങ്കരമംഗൽ ആശുപത്രിയിലോട്ട് പോട്ടെ. എന്തിനാ സാർ ഇതൊക്കെ? നിങ്ങൾ അധികം സംസാരിക്കരുത്. ഇതൊക്കെ എന്തിനാണെന്ന് എല്ലാ പരിശോധനയും കഴിയുമ്പോൾ മനസ്സിലാവും. സിസ്റ്റർ, രക്തം, കഫം, മലം, മൂത്രം എല്ലാം വിശദമായി പരിശോധിക്കണം. എക്സ്റേ, തലയുടെ, നെഞ്ചിന്റെ, പിന്നെ എല്ലാ സന്ധി ബന്ധങ്ങളുടെയും ഓരോന്നിരിക്കട്ടെ. എല്ലാം എടുത്തല്ലോ? എടുത്തു സാർ. ഇതിലും ഭേദം ആക്സിഡന്റ് ഞാനങ്ങ് ചത്തു പോകുന്നതായിരുന്നു. അതിന് ഇനിയും സമയമുണ്ടല്ലോ. എല്ലാ പരിശോധനയും ചേർത്ത് ബില്ല് എന്ത് വരും? 1500 വരും സാർ. വെരി ഗുഡ്. എങ്കിലും നേരെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്ക്. എക്സ്റേ, പരിശോധന റിപ്പോർട്ട് എല്ലാം കാണിക്കണം. ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അത് ഉടൻ ചെയ്യാൻ ഏർപ്പാട് ചെയ്തേക്കും. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. എന്റെ ഭഗവാനെ. ചെല്ലേ ശ്വാസം വലിച്ചുവിട്ടെ. എന്താണ് സിസ്റ്റർ ഇത്? ദേഹത്തൊരു പോറൽ പോലും ഇല്ലാത്ത ഇയാളെ പിടിച്ചുകൊണ്ടുപോയി ഈ ടെസ്റ്റുകളൊക്കെ അടുപ്പിച്ച് എന്തിനാ? ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എനിക്കൊരു കുഴപ്പമില്ല എന്ന് 100 വട്ടം പറഞ്ഞതല്ലേ. രോഗിയെ ആദ്യം കൊണ്ടുവരേണ്ടത് എന്റെ അടുത്തല്ലേ? അതിനു മുമ്പ് ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ ആരാ പറഞ്ഞു? പറയൂ. രോഗിയെ കൊണ്ടുവന്നത് മഹാദേവൻ സാറാണ്. പുള്ളിക്കാരൻ തന്നെ ടെസ്റ്റുകൾ എടുക്കാൻ പറഞ്ഞതും. ഈ മഹാദേവനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുക സാർ. ഒരു പ്രശ്നവും ഇല്ലാത്ത എന്നെ പിടിച്ചു വലിച്ച് ജീപ്പിൽ കയറ്റി ഒരു വരവായിരുന്നു. അത് ശരി. ഈ പറഞ്ഞ മഹാദേവനാണ് ഈ ആശുപത്രിയുടെ ഉടമസ്ഥൻ. മനസ്സിലായോ? മനസ്സിലായി. എന്റെ കാശ് പിടുങ്ങാനുള്ള സൂത്രപ്പണിയായിരുന്നു ഇതൊക്കെ. മഹാദേവൻ സാറ് ചെയ്ത ഒരു വലിയ കാര്യ. 5 മിനിറ്റ് വൈകിരുന്നെങ്കിൽ ആ മുട്ടക്കാരൻ തട്ടിപ്പോയനെ. എനിക്ക് തോന്നി ഓപ്പറേഷൻ ചെയ്തേക്കാം അല്ലേ? സാറിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. എന്ത് വേണേ ചെയ്യാം. കാലും കൈയും തലയും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. എന്താ? അതൊക്കെ ഡോക്ടറുടെ ഇഷ്ടം. എന്തായാലും അയാൾ ഒരു 2-3 മാസം ഇവിടെ കിടത്താനുള്ള ഒരു വകുപ്പുണ്ടാക്കിയാൽ വളരെ നല്ലത്. അമ്മാവൻ തമ്പി സാറ് സ്ഥലത്തെത്തിയോ? എത്തിയല്ലോ. എന്താ? അല്ല, രണ്ടുപേരോടും ചേർത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ, ഞാനത് അമ്മാവനെ അറിയിച്ചാ പോരെ? അങ്ങനെയാലും മതി. മറ്റൊന്നുമല്ല, ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ആശുപത്രി നടത്തുന്നതിന് നല്ലത് കട്ടപ്പാറ എടുത്തുകൊണ്ട് രാത്രിയിൽ ഇറങ്ങുന്നതാ കക്കാൻ. എന്നെ ഇത്രയും നേരം മെനക്കെടുത്തിയാന് 2 പൊട്ടിച്ചേരണ്ട. ആശുപത്രി ഉടമസ്ഥൻ രോഗികളെ പിടിക്കാൻ നടക്കുക. കൊള്ളാം.
ഇക്കാര്യം നിങ്ങളോട് ആര് പറഞ്ഞു? ആരെങ്കിലും ആവട്ടെ, ഇതാ ഇത് വെച്ചോളൂ. എന്താ ഇത്? ഇല്ല, എല്ലാം കൂടെ ചേർത്ത് 1600 രൂപ വരും. സാറേ എനിക്കൊരു 100 രൂപ ജീപ്പിന്റെ കാശ്. അതും ഞാൻ കൊടുക്കണം? പിന്നെ ആരും ഞാൻ കൊടുക്കണം? അല്ല, ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. ആ മുട്ടക്കാരൻ രോഗിയോട് ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ എന്ന് ഡോക്ടർ പറഞ്ഞു. അത് മഹാ തെമ്മാടിത്തരമായി പോയി. മാസം തോറും പുളിങ്കുരു പോലെ ശമ്പളം എണ്ണി വാങ്ങിക്കുമ്പോ ഈ സ്ഥാപനത്തോട് അല്പം നന്ദി കാണിക്കണം. നന്ദിക്ക് പട്ടികളെ വളർത്തുന്നതാണ് കൂടുതൽ നല്ലത്. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അമ്മാവൻ അനന്തരവനായിട്ട് അർത്ഥം അറിയില്ലെന്ന് അറിയാം. മിസ്റ്റർ, രോഗികളെ വഞ്ചിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. താൻ ആരാടോ? ഹരിശ്ചന്ദ്രനോ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ആശുപത്രിയാണെന്ന് ഞാൻ നോക്കില്ല. താൻ എന്ത് ചെയ്യടോ? കള്ള പരീക്ഷകൾ. ആത്മാഭിമാനമുള്ള ഒരാൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല. തന്റെ ജോലിയും കൂലിയും എനിക്ക് വേണ്ടോ? സർ, ഡോക്ടറോട് പോകരുതെന്ന് പറ. രോഗികളുടെ കാര്യം ആകെ പ്രശ്നത്തിലാവും. രോഗികൾ എനിക്ക് പ്രശ്നമല്ല. എന്റെ ശമ്പളക്കാരന്റെ ചൊൽപ്പടിക്ക് ഞാൻ നിൽക്കണോ? പോട്ടെ, എല്ലാവരും പോട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം. ആരും ഇല്ലെങ്കിലും ഞാൻ ആശുപത്രി നടത്തും. ഡോക്ടർ എവിടെ, മരുന്ന് എവിടെ എന്ന് ചോദിച്ച് അവൻ എന്റെ മെക്കിട്ട് കയറാൻ വന്നു. അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊന്ന് ക്ഷോഭിച്ചു. എന്റെ ദൈവമേ, അവനും ഒന്ന് ക്ഷോഭിച്ചു. സാവിത്രി, ഈ കാണുന്നൊക്കെ അവന്റെ സംഭാവനയാണ്. ആശുപത്രിയിൽ ഡോക്ടർ മരുന്നൊന്നുമില്ലേ? പിന്നെ മരുന്നുണ്ട്, പക്ഷെ ഡോക്ടർ ഇല്ല. ഡോക്ടർ എവിടെ പോയി? പതിവ് പോലെ പിരിഞ്ഞുപോയി. വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത കഴുത. ആര്? ഡോക്ടറോ? അല്ല, എന്റെ അനന്തരവൻ. ആശുപത്രി ചുമതല ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പല വട്ടം ആ തെണ്ടിയോട് ഞാൻ പറഞ്ഞതാ. മാന്യന്മാരോട് പെരുമാറാൻ അറിയാമേല, സംസാരിക്കാൻ അറിയാമേല. ഒരു മാസത്തിനിടയ്ക്ക് ഇത് 3ാമത്തെ ഡോക്ടറാ പിരിഞ്ഞു പോകുന്നത്. ഇതിങ്ങനെ തുടർന്നാൽ ആ ആശുപത്രി വളപ്പിൽ തന്നെ ഒരു കുഴി കുത്തി എന്നെ അങ്ങോട്ട് മൂടിയാ മതി. ഉരുത്തം കൊട്ട കഴുത. കൈക്ക് ഭയങ്കര വേദന. വാ. അമ്മാവൻ നേരത്തെ ഇങ്ങ് പോന്നോ? കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് പറ്റി അമ്മാവ? മുഖത്തും ദേഹത്തൊക്കെ? അതേ, ഒരു പശു ഓടിച്ചപ്പം മറിഞ്ഞു വീണതാ. അയ്യോ. മോൻ എവിടെയായിരുന്നു? ആശുപത്രിയിലൊന്നും കണ്ടില്ല. അവിടുത്തെ സ്ഥിതി വഷളാവെന്ന് തോന്നിയപ്പോ ഞാനൊന്ന് മാറി നിന്നതാ. ഡോക്ടറെ ഞാൻ പിരിച്ചുവിട്ടല്ലോ. ആ കാര്യം എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ആ ആസ്മാക്കാരന്റെ കൂടെയുള്ളവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അയ്യോ, ഇത് അയാൾ വലിയതാണോ? ഭാഗ്യം, അതെനിക്ക് കിട്ടേണ്ട അടിയായിരുന്നു. എന്താ മഹാദേവ, ആശുപത്രിയിൽ ഒരു ഡോക്ടർ സ്ഥിരമായി നിൽക്കുന്നില്ലല്ലോ. അമ്മായി, ഈ ഇരിക്കുന്നത് എന്റെ അമ്മാവനല്ല, ദൈവ. എന്റെ ദൈവ. ആ ദൈവത്തെ തെണ്ടി, ചെറ്റ, നാറി എന്നൊക്കെ ഒരു ഡോക്ടറല്ല, ഒരു IAS വിളിച്ചാൽ പോലും ഞാൻ സഹിക്കില്ല. എനിക്കും തോന്നി എന്തെങ്കിലും കാര്യമായ കാരണങ്ങളില്ലാതെ നീ ഒരാളെയും പിരിച്ചുവിടില്ല. നമുക്ക് അടച്ചിടാം അമ്മാവ. ആശുപത്രി അടച്ചിടാം. നമ്മളെ കയ്യിൽ നിന്ന് ശമ്പളവും വാങ്ങി നമ്മളെ തന്നെ തെറിവിളിക്കുന്ന അമ്മാരെയും വെച്ചോണ്ട് എന്തിനീ സ്ഥാപനം മുമ്പോട്ട് പോണം? നിന്നോട് വെള്ളം ചൂടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. മഹാദേവ, എന്തോ? ആ ആശുപത്രിയും അവിടെയുള്ള സ്വത്തുക്കളും നിന്റെ അച്ഛൻ നിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നിനക്കത് അടച്ചിടുകയോ തുറന്നിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നിന്റെ ആരുമല്ലല്ലോ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോയ നിന്നെ പൊന്നുപോലെ പോറ്റി വളർത്തിയ ഞാൻ നിന്റെ ആരുമല്ലല്ലോ. അമ്മാവ, ആശുപത്രി അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഗംഭീരമായി തുറക്കാൻ വേണ്ടിയാ. അതെപ്പോ? നന്ദിനി ലണ്ടനിൽ നിന്ന് FRCS കഴിഞ്ഞ് വരുമ്പോ, ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോ, ഭർത്താവിന്റെ ഹോസ്പിറ്റലിൽ FRCS ഭാര്യ ഡോക്ടറായി ഇരിക്കുക എന്നത് തന്നെ 4 ആള് കേൾക്കുമ്പോ ഒരു സുഖല്ലേ? പിന്നെ ആശുപത്രി അടയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. 24 മണിക്കൂർ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അത് നടക്കുവോ? അതെന്താ അമ്മാവ നടക്കാതെ? അതെ, അവക്ക് ഈയിടെയായിട്ട് നിന്നെ കുറിച്ച് അത്ര മതിപ്പില്ല. കത്തിലൊരു സൂചന ഉണ്ടായിരുന്നു. അമ്മാവ, നീ കൊളരാത്തവനാണ്, തെണ്ടിയാണ്, കഴുതയാണ്, പിടിപ്പില്ലാത്തവനാണ്, ഒജ്ഞാനനാണ് എന്നൊക്കെ ആരോ അവളെ എഴുതി അറിയിച്ചിരിക്കുന്നു. ആരത്? അമ്മായി ആയിരിക്കും. അയ്യേ, അവക്കെന്താ എന്റെ കാര്യം? നിന്നെ കണ്ണു കീറി കണ്ടുകൂടാത്ത ആരോ ഒരാൾ. ആരായിരിക്കും അമ്മാവ അത്? അതല്ലേ എനിക്കും അത്ഭുതം. കാര്യം അവൾ എന്റെ മോളാണെങ്കിലും ലണ്ടനിലൊക്കെ പഠിച്ചു വരുന്ന പെണ്ണോട് നമുക്ക് വല്ലതും നിർബന്ധിക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ 24 മണിക്കൂർ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നീ തന്നെ അവളെ കെട്ടണേ, നീ തന്നെ അവളെ കെട്ടണേ എന്ന്. അതിനിടയ്ക്കല്ലേ നിനക്കെതിരായിട്ടുള്ള ഈ ഊമക്കത്തുകളുടെ പ്രവാഹം. പക്ഷെ ഞാൻ അവക്കെഴുതി, നീ തെണ്ടിയല്ല, നീ കഴുതയല്ല, നീ കൊച്ചാണനല്ല, എന്തിന് നീ ബഹുമിടുക്കനാന്ന് വരെ ഞാൻ നുണയെഴുതി. പക്ഷേ അവള് വിശ്വസിച്ചായിട്ട് തോന്നുന്നില്ല.
ഈ തെറ്റിദ്ധാരണ മാറ്റാൻ എന്താ ഒരു വഴി? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ പ്രതിവിധിയെ കാണുന്നുള്ളൂ. ഉം. ഉം. നിന്റെ പേരുള്ള സ്വത്തുക്കൾ മുഴുവൻ അവിടെ പേരിലേക്ക് എഴുതി വെച്ച് നോക്കാം. എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി ലണ്ടനിലേക്ക് അയച്ചു നോക്കാം. അവിടെ മനസ്സ് മാറുന്നെങ്കിൽ മാറട്ടെന്നേ. പിന്നൊരു കാര്യം, എന്റെ പൊന്നു മഹാദേവ, ഈ ബുദ്ധി ഞാനാ പറഞ്ഞു തന്നെന്ന് ഒരു കാരണവശാലും അവൾ അറിയാൻ ഇടയാകരുത്. അത് ഉണ്ടാവാ. വാ. വേഗം വാ. എത്ര കാലമായി എഴുതി വെച്ചിട്ട്. ആ, ദേ, സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാം മംഗളമാകാൻ ഒപ്പിടും. വേനയില്ലേ? എന്നാ വരാം. വെള്ളം ചൂടായി. നിങ്ങൾ ആ ചെറുക്കിനെ കൊണ്ട് സാവിത്രി, മോനൊപ്പിട്. ഒപ്പിട് മോനെ. തൊലച്ചു. എന്താ? പല്ലി ചലിച്ചു. ഏയ്, അത് പല്ലിയായിരിക്കില്ല, അത് ഞാനാ. വേണ്ടില്ലേ? ഇല്ല അമ്മാവ, ദേ പല്ലി. ഇന്നിനി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അശുഭ ലക്ഷണല്ലേ. തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ ആശുപത്രിയിലേക്ക് മിടുക്കനായ ഒരു ഡോക്ടറെ ഞാൻ കൊണ്ടുവരും. നല്ല രീതിയിൽ നടത്തിക്കാട്ടി നന്ദിനിയുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റും. അല്ല, മിസ്റ്റർ മഹാദേവൻ ഇരിക്കൂ. ഞാൻ ഒരിക്കൽ കിള്ളിക്കുറിശി പോകുന്ന വഴിക്ക് ശങ്കരമംഗലം ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് ഡോക്ടർ. ഞാനൊരു ഡോക്ടറല്ല, എങ്കിലും എന്റെ പ്രിയപ്പെട്ട രോഗികൾക്ക് മിടുക്കന്മാരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഡോക്ടർ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ഡോക്ടർക്ക് എന്തും തരും. എന്ത് തരും? എന്തും. എന്നെ കുറിച്ച് മിസ്റ്റർ മഹാദേവനോട് ആരാ പറഞ്ഞത്? ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കാ ഡോക്ടർ അലക്സിനെ പറ്റി അറിയാത്തത്? അതിരിക്കട്ടെ, ഡോക്ടർ ജോസഫ് മാത്യു എന്തുകൊണ്ടാണ് അവിടുന്ന് പോയത്? ഡോക്ടറോടായതുകൊണ്ട് സത്യം പറയാറ് തിരിച്ചുവിട്ടതാണ്. Is it? കാരണം? മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. കേൾക്കാൻ എനിക്കാഗ്രഹമുണ്ട്. എന്നാലും ഞാനത് ഡോക്ടറോടായതുകൊണ്ട് മാത്രം പറയണം. ഡോക്ടർ ജോസഫ് മാത്യു ആള് മഹാ ചീപ്പാണ്. അത് ശരി. കൊള്ളാലോ. അപ്പൊ ഡോക്ടർ ജോസഫ് മാത്യു ആള് ചീപ്പാണല്ലേ? ചീപ്പാണെന്ന് മാത്രമല്ല, ആള് കള്ളനുമാണ്. ഓഹോ, കള്ളനുമാണല്ലേ? അതെ ഡോക്ടർ, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ വിശ്വസിക്കില്ല. നമ്മുടെ ഈ സിറിഞ്ചിലെ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് 3-4 കേസ് സിറിഞ്ച് ഇയാൾ കൊണ്ടുപോയി മെഡിക്കൽ ഷോപ്പിൽ വിറ്റു. ചേടാ ഭയങ്കര. പിന്നെ പറയാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട്, പക്ഷെ പറഞ്ഞേ പറ്റൂ. ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെ ഈ ജോസഫ് മാത്യു വേറെ ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചു. അതോടെ ഞാൻ അയാളെ അടിച്ച് പുറത്താക്കി. നേരെയാണോ ഡോക്ടർ ജോസഫ് മാത്യു? ഡോക്ടർ അവിടെ നിന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഹലോ, രാഘവൻ തമ്പി സാറിന്റെ മകൻ മഹാദേവൻ തമ്പിയല്ലേ? അതെ, ഞാൻ അയ്മുട്ടി. ചെറുപ്പത്തിലെ ബാപ്പാന്റെ കൂടെ ഞാൻ തറവാട്ടിൽ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട് എന്നെ? എവിടെ നിന്നല്ലേ? കൊല്ലത്രയായി കണ്ടിട്ട്. നിങ്ങളുടെ അച്ഛന്റെ കുടിയാനായിരുന്നു നമ്മുടെ ബാപ്പ. നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ഉന്നതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛന്റെ ദൈവം ഉണ്ടാന്ന് ബാപ്പ എപ്പോഴും പറയാറുണ്ട്. ഞാനിവിടെ ഇല്ലായിരുന്നു. 10 വർഷമായിട്ട് സലാലയിലാ. ഇനി പോണില്ല. ഇപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയറാ. ബാപ്പയുടെ പേരെന്താ പറഞ്ഞത്? കുഞ്ഞിമായൻ. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവണം. ഇപ്പൊ ആശുപത്രി നടത്തുകയാണല്ലേ? അതെ. എങ്ങനെയുണ്ട്? ഭയങ്കര പേരാ. ചീത്തപ്പേരാ? അങ്ങനെയാണ് ഞാൻ കേട്ടത്. കാശിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാണ്. നല്ല ഡോക്ടർമാരില്ല. നേര് പറഞ്ഞ തമ്പി സാറിന്റെ മകൻ നടത്തുന്ന ആശുപത്രിയെ പറ്റി ഇങ്ങനെയൊക്കെ കേട്ടപ്പോ കുറച്ച് വിഷമം തോന്നി. ഇതാര് പറഞ്ഞു? ആരാ പറയാത്തത്? ആകെ ഉണ്ടായിരുന്നൊരു ഡോക്ടറും സ്ഥലം വിട്ടോ? അത് പറഞ്ഞോ? അറിഞ്ഞു. പുതിയ ഡോക്ടറെ കിട്ടിയോ? ഇല്ല, ഇപ്പൊ അങ്ങോട്ട് കേറാൻ പറ്റാത്തൊരവസ്ഥയാ. കഴിഞ്ഞ ദിവസം എന്റെ അമ്മാവനെ ആരോ രോഗികൾ തല്ലി. അയ്യോ. നല്ലൊരു ഡോക്ടറെ കിട്ടിയില്ലെങ്കിൽ ആശുപത്രി തന്നെ തീവെച്ച് നശിപ്പിക്കുമെന്നുള്ളൊരു ഭീഷണിയും നിലവിലുണ്ട്. കഷ്ടം. AVM ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഫൈസലുണ്ട്. മിടുക്കനാ. പക്ഷെ അയാൾ വരില്ല.
ആ പിന്നെ ഒരു ഡോക്ടർ പരിധുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഉവ്. പക്ഷെ അയാൾ അടുത്ത ആഴ്ച മദ്രാസിലെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോവുക. പിന്നെ ആരുണ്ട്? ഏതെങ്കിലും ഒരു മിടുക്കൻ ഡോക്ടറെ കിട്ടിയിരുന്നെങ്കിൽ ശമ്പളമൊന്നും ഒരു പ്രശ്നമേ അല്ല. കോന്നിയിലെ മിഷൻ ആശുപത്രിയിൽ ഇപ്പൊ ഒരു ഡോക്ടർ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എളാപ്പാന്റെ മുന്നിൽ ഒരു ആക്സിഡന്റ് പെട്ടപ്പോ അവിടെയാണ് കൊണ്ടുപോയത്. കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ കേസാണത്. എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ചെറുക്കനോട് 3-ാം ദിവസം ഡോക്ടർ ഓടാൻ പറഞ്ഞു. ചെറുക്കനോടി. കുറച്ചു ദിവസത്തെ പരിചയമുള്ളെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളായി. മൂപ്പര് വരുമോന്നറിയില്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കണം. അയാളെ തരപ്പെടുത്തി തന്നാൽ അയ്മൂട്ടിക്ക് പുണ്യം കിട്ടും. സമാധാനപ്പെട്, നമ്മൾ ഏറ്റിരിക്കണ്. തമ്പിസാറിന്റെ മോനെ നമുക്ക് കൈവിടാൻ പറ്റുവാ. കോന്നിയിലെ ഡോക്ടറെ കിട്ടണമെന്ന് പഠിച്ചോനാണ് അങ്ങോട്ട് പാത്തിച്ചോളി. ആ പറ്റാൽ ഇപ്പൊ തന്നെ നമ്മൾ റെസ്റ്റ് വിളിച്ചു നോക്കട്ടെ. ബൂത്ത് എവിടെയാണാവും? ആ 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ മണി 10:45. എനിക്ക് തോന്നുന്നത് ഡോക്ടർ അകത്തുണ്ടാവുമെന്നാ. ഈ കോമ്പൗണ്ടിന് ഒരു ഗേറ്റല്ലേ ഉള്ളൂ മഹാദേവ. അതെ. ആ വഴിക്ക് ഏതായാലും ഡോക്ടർ വന്നിട്ടില്ല. പിന്നെ ഏത് വഴിക്ക് അകത്ത് കേറിയിട്ടുണ്ടാവും? മണ്ണ് തുറന്ന് ഗുഹയുണ്ടാക്കി ആ വഴിക്കോ? നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് അരമണിക്കൂർ ആയതല്ലേ ഉള്ളൂ. അതിനു മുൻപേ ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിലോ? ഏയ് എനിക്ക് തോന്നുന്നില്ല. അമ്മാവനെ ഒരു കാര്യം ചെയ്യും, ആ, ഒന്ന് അകത്ത് കയറി നോക്ക്. എന്തോന്ന്? ഡോക്ടർ എത്തിയൊന്ന്. അയ്യോ, അതെ, ആ, ആ, നീ എന്ന് നോക്കുന്നല്ലേ നല്ലത്. അമ്മാവൻ ചെന്ന് നോക്കുന്നതാ എനിക്കിഷ്ടം. അത് വേണ്ട. അമ്മാവൻ എന്റെ അമ്മാവനല്ലേ, അമ്മാവൻ മുൻകൈ എടുക്കണ്ടേ എല്ലാ കാര്യത്തിനും. എടാ, ഞാൻ മുൻകൈ എടുത്തി എന്നാലേ അകത്തുനിന്നൊരു പിൻകൈ വന്ന് എന്റെ കൊങ്ങാക്കി പിടിക്കും. അതേത് കൈ? ആ ആസ്മാക്കാരന്റെ ബന്ധുവിന്റെ കൈ. ശ്ശെ. അന്നടിച്ച അടിയുടെ വേദന ഇന്നും എനിക്ക് മാറിയിട്ടില്ല. നിനക്കൊന്നും പോയി നോക്കിയാലെന്താ? നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ നക്ഷത്രത്തിൽ ഇപ്പൊ ജന്മശനിയാ. ആ. ഈ സമയത്ത് അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ജ്യോത്സ്യം പറഞ്ഞു. അതുകൊണ്ടാ. ആഹാ. എങ്കിൽ ആ ജോലിസിനെ ഒന്ന് പരീക്ഷിക്കണമല്ലോ. നീ ചെല്ലേ. നമ്മൾ ഒരിക്കലും ശാസ്ത്രത്തെ വെല്ലുവിളിക്കരുത് അമ്മാവ. ഓ. ഇത് ഞാനാ. നീയായിരുന്നോ? പുതിയ ഡോക്ടർ വന്നോ വേലായുധ? ഒരുത്തിനും വന്നില്ല. സാർമാരെന്താ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേ? ഒളിച്ചതല്ല. ആ ആസ്മാക്കാരന്റെ ബന്ധു അകത്തുണ്ടോ വേലായുധ? അത് ശരി, അപ്പൊ അവരെ പേടിച്ചൊളിച്ചതാണല്ലേ. ആസ്മി ബന്ധുക്കെ ഇന്നലെ പോയി. ഭാഗ്യം. ഇവിടെ ഒരു പാട് കാണുന്നുണ്ടോ? എന്താ? പോകുന്ന പോക്കില് അവരെന്നും തല്ലി. സാരമില്ല. ഈ മാസം നിനക്ക് 10 രൂപ അധികം ശമ്പളം തന്നേക്കാം. അതിരിക്കട്ടെ, ആസ്മാക്കാരൻ പോകുമ്പോ ഹോസ്പിറ്റൽ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ? ആ പ്രശ്നത്തിൽ എനിക്ക് അടി കൊണ്ടത്. പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ബില്ലും കൊണ്ട് ചെന്നതായിരുന്നു. അമ്മാവ, ഇത് കാറ് വരുന്നു. അത് ഡോക്ടറെ ഇത് പടക്കാണ്. ഡോക്ടർ ഇറങ്ങി വരുമ്പോ കൊടുത്തോളാം. സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം. ആ. നമസ്കാരം, നമസ്കാരം. നമസ്കാരം. പടക്കമാണ്, പടക്കം. പടക്കോണാ? അതെ, നമ്മൾ വിചാരിച്ചു വെടിവെപ്പാണെന്ന്. വിശ്വ ദീപാവലി രണ്ടുമല്ല, ഡോക്ടർക്ക് സ്വീകരണം. അമ്മാവ, അയമൂട്ടി അച്ഛന്റെ ഒരു കുടിയാന്റെ മകനാണ്. അയമൂട്ടി ഡോക്ടർ വന്നില്ലേ? അപ്പൊ ഇതല്ലേ ഡോക്ടർ? അല്ല, ഡോക്ടർ കാറിലുണ്ട്. ഇതെന്താ, ആശുപത്രിയോ പൂരപ്പറമ്പോ? ഇത് ആശുപത്രി, പൂരപ്പറമ്പ് 1 കിലോമീറ്റർ ദൂരെയാണ്. അങ്ങോട്ട് പോണോ സാർ? ഈ ആശുപത്രി നടത്തുന്ന മനുഷ്യരോ കഴുതകളോ? അമ്മാവനാണ് സാർ. അകത്തൊരു ഹൃദ്രോഗി ഉണ്ടെന്ന് വെക്കുക. പെട്ടെന്നുള്ള ഈ ശബ്ദം കേട്ട് ഞെട്ടി ആ രോഗി മരിച്ചു പോയാൽ ആര് സമാധാനം പറയും? പേടിക്കാനില്ല സാർ, ഇവിടെ ആംബുലൻസ് ഉണ്ട്. ഇതെന്താ പിള്ളേര് കളിയാ? അയ്മുട്ടി, ഓ. വണ്ടി കയറ്, നമുക്ക് പോവാം. ഡോക്ടർ, ഒരു അബദ്ധം. ഡോക്ടർ സ്വീകരിക്കാനുള്ള ആ ഒന്നും എനിക്ക് കേൾക്കണ്ട. താൻ വന്ന് കാല് പിടിച്ചപ്പം ഒന്നും ആലോചിക്കാതെ കേറിപ്പോന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ചുമ്മാതാണോ നല്ല ഡോക്ടർമാരൊന്നും ഇവിടെ സ്ഥിരമായി നിൽക്കാത്തത്? പടക്കം വേണ്ട, പടക്കം വേണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഡോക്ടർ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അകത്ത് കിടക്കുന്ന രോഗികളെ ഓർത്തെങ്കിലും ഡോക്ടർ ഞങ്ങളോട് ക്ഷമിക്കണം. അകത്തോട്ട് വന്നാട്ടെ. വിഡ്ഢികളുടെ ഭരണം ഞാൻ അനുവദിക്കില്ല, കേട്ടല്ലോ? അതിന് ഉദ്യോഗസ്ഥരായാലും ശരി, ഉടമസ്ഥനായാലും ശരി. എന്റെ നിയമമാണ് ഇവിടുത്തെ നിയമമെങ്കിൽ ഞാൻ നിൽക്കാം. ഇല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. എല്ലാം ഡോക്ടർ പറയും പോലെ. അകത്തോട്ട് വന്നാട്ടെ, കറിയട്ടെ. ഓക്കെ. എന്തായി കൊടിയും തോരണമൊക്കെ? ആദ്യം അതഴിച്ചു മാറ്റി. അതേ, ക്ഷമിക്കണം. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ആളറിയാതെ പറ്റിപ്പോയതാ. അത് കുഴപ്പമൊന്നുമില്ല. അമ്മാവനത് പുത്തിരിയൊന്നുമല്ല.
എന്നെ ഒരുത്തനെ ഓർത്തിട്ടാ ഡോക്ടർ സ്ഥലം വിടാതിരുന്നത്. ഇനിയെങ്കിലും അയാളെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. സോറി അമ്മൂട്ടി, സോറി. അപ്പൊ ബാക്കിയുള്ള കാര്യമൊക്കെ എങ്ങനെയാ? താമസിക്കാൻ നല്ല ഒന്നാം തരം ക്വാർട്ടേഴ്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കാറും ഡ്രൈവറും. പിന്നെ ശമ്പളം ശകലം കൂടിപ്പോയില്ലേ എന്ന്. അമ്മാവ, തീരുമാനിച്ച് കഴിഞ്ഞ ശമ്പളത്തെ പറ്റി ഇനി ചർച്ച വേണ്ട. ഡോക്ടറുടെ വീട് പണി നടക്കുക. 1 വർഷത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ ഈ സമയത്ത് അങ്ങേക്ക് അതൊരു ആശ്വാസമായിരിക്കും. അല്ല, അങ്ങനെയൊന്നും നിങ്ങൾക്ക് നല്ലതാ. 1 വർഷത്തേക്ക് ഡോക്ടർ അനങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കുമല്ലോ. 1 or 2 വർഷത്തെ ശമ്പളം വേണേൽ ഒരുമിച്ച് കൊടുക്കാലോ. മഹാദേവ ഒന്നീ വന്നേ. നടന്നേ. എന്താ അമ്മാവ? ഇത്രയും വലിയ തുക അഡ്വാൻസ് കൊടുക്കുന്ന പരിപാടി വേണ്ട. അത് അമ്മൂട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. എടാ, എന്ന് വെച്ചാൽ ഈ ഡോക്ടർക്ക് ഇവിടെ പേരെടുക്കാൻ പറ്റില്ലെന്ന് വെക്കുക. നമ്മളെ പറഞ്ഞു വിടും. ചിലപ്പോൾ തന്നെ താൻ പോയെന്നും വരും. രണ്ടായാലും ഇത്രയും തുക നേരത്തെ അഡ്വാൻസ് കൊടുത്താൽ. അല്ലമ്മാവ, മനസ്സിലായി. നമ്മൾ അഡ്വാൻസ് കൊടുക്കില്ലെന്ന് പറയുന്നില്ല. തരാന്ന് പറഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കും. അപ്പൊ രണ്ടിലൊന്നും അറിയാമല്ലോ. ഏത്? അത് ശരിയാണ്. അപ്പൊ നടക്കും, നമുക്ക് സംസാരിക്കാം. സിസ്റ്റർ സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതായിരിക്കും അല്ലേ? സോറി സാർ, കുഞ്ഞുണ്ണി ഇന്ന് വല്ലാത്ത ശീലക്കേടിലായിരുന്നു. അത് പുതിയ സംഭവം അല്ലല്ലോ. പുതിയ ഡോക്ടർ ചാർജ് എടുക്കുന്ന നിന്നെങ്കിലും കുറച്ച് നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഡോക്ടർ വന്നോ സാർ? ഡോക്ടർ വന്നിട്ടില്ല. അങ്ങോട്ട് അകത്തോട്ട് ചെന്നോ, കിട്ടുന്നത് വാങ്ങിച്ചോ. കഴിഞ്ഞ തവണത്തെ പോലെയുള്ള മണ്ണുണ്ണിയൊന്നും അല്ല, പുലിയാ പുലി. അയ്യോ എന്റെ ഈശ്വരാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഈ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. യെസ് ഡോക്ടർ. രാവിലത്തെ ഇഞ്ചക്ഷൻ കിട്ടിയില്ല. കിട്ടിയില്ലേ? വൈ? ഇഞ്ചക്ഷൻ ഹെഡ് നഴ്സാണ് കൊടുക്കാറ്. വെർഷി എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലേ? വാട്ട് യു മീൻ? ഹെഡ് നഴ്സ് ചിലപ്പോൾ വൈകാറുണ്ട് ഡോക്ടർ. ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അറിയാത്ത നിങ്ങൾ എന്തിനാണ് ഈ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഇവർക്കാവുമ്പോ എന്തെങ്കിലും നക്കാപ്പിച്ച കാശ് ശമ്പളം കൊടുത്താൽ മതിയല്ലോ. രാത്രി ഉറക്കം അങ്ങനെ ഉണ്ടായിരുന്നു? നേരത്തെ ഉറങ്ങി. പക്ഷെ പുലർച്ചയ്ക്ക് 4 മണിക്ക് ഉണർന്നു. അപ്പൊ ഒരു ചുമ അങ്ങോട്ട് തുടങ്ങി. നഴ്സുമാരെല്ലാം വന്ന് നോക്കിയോ? ഞാൻ ചെന്ന് നോക്കിയപ്പോ എല്ലാവരും ഉറക്കമായിരുന്നു. രാവിലെ പറയാന്ന് കരുതി. നൈറ്റ് ഡ്യൂട്ടി ഞങ്ങൾക്കല്ലായിരുന്നു ഡോക്ടർ. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. വന്ന് കിടന്ന് ഉറങ്ങുന്നതിനാണോ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ. Stop it. മനസ്സിലായില്ല. ഇവരാണ് ഡോക്ടർ ഹെഡ് നഴ്സ്. ഓ, ഹെഡ് നേഴ്സ്. ഞാൻ രാജഗോപാൽ. അബദ്ധത്തിൽ ഇവിടെ വന്ന് പെട്ട ഒരു പാവൻ ഡോക്ടർ. ഇഞ്ചക്ഷൻ മരുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്തല്ല കൊടുക്കേണ്ടത്. പാവപ്പെട്ട രോഗികളുടെ ജീവൻ കൊണ്ട് പന്താടുകയാണോ? ഐ എം സോറി ഡോക്ടർ. ഷട്ട് യുവർ മൗത്ത്. നിങ്ങൾ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് ഒരു പവിത്രതയുണ്ട്. ഹെഡ് നേഴ്സ് ആണത്രേ, ഹെഡ് നേഴ്സ്. എവിടാ നിങ്ങൾ നഴ്സിംഗ് പഠിച്ചത്? ആരാ നിങ്ങളെ നഴ്സിംഗ് പഠിപ്പിച്ചത്? ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അവരും നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയായിരുന്നു. രോഗികൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ ഈ യൂണിഫോം അഴിച്ചു മാറ്റി വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ നിങ്ങൾക്ക്? അറ്റൻഡർ, ആ ഹെഡ് നേഴ്സിനോടൊന്ന് വരാൻ പറയും. ശരി സാർ. May I come in, sir? യെസ്. എന്തു പറ്റി? കണ്ണിൽ കരട് പോയോ? ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല ഡോക്ടർ. പക്ഷെ ഞാൻ മനഃപൂർവ്വം സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞതാണ്. സിസ്റ്റർ നേരത്തെ വന്നിരുന്നെങ്കിലും ഞാൻ വഴക്ക് പറയുമായിരുന്നു. അപ്പം മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കുമെന്ന് മാത്രം. സിസ്റ്റർ, ഇതൊരു സ്വകാര്യ ആശുപത്രിയാണ്. ഒരു പുതിയ ഡോക്ടർ ഇവിടെ ചാർജ് എടുത്തിരിക്കുന്നു. അയാൾക്ക് രോഗികളുടെ വിശ്വാസം നേടിയെടുക്കണം. അതിനുള്ള സമയമോ വളരെ കുറച്ചു. രോഗികളോട് സൗമ്യമായി, സ്റ്റാഫിനോട് ക്രൂരമായി അങ്ങനെ പെരുമാറുന്ന ഡോക്ടറോട് രോഗികൾക്ക് വലിയ മതിപ്പാണ്. അതൊരു ചിന്ന മനഃശാസ്ത്രമാണ്. അല്ലാതെ സിസ്റ്റർ ഇച്ചിരി താമസിച്ചു പോയി എന്നുള്ളത് വലിയ കുറ്റമൊന്നുമല്ല. ഞാൻ പ്രായച്ചിത്തം ചെയ്യാം. എന്ത് ചെയ്യണം പറഞ്ഞോളൂ. പറഞ്ഞ വാക്ക്
വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റുമോ? ആ സംഭവമേ വിട്ടേക്ക്. ഡോക്ടർക്ക് അങ്ങനെ പറയാം, പക്ഷേ പേഷ്യൻസിന്റെ മുന്നിൽ വെച്ച് ഞാൻ മാപ്പ് പറഞ്ഞാലേ സിസ്റ്റർക്ക് തൃപ്തിയാവുന്നുണ്ടോ? എങ്കിൽ അയ്യോ, അത് വേണ്ട ഡോക്ടർ. പിന്നെ അതല്ലേ പ്രായച്ചിത്തം ചെയ്യാന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ കോന്നിയിൽ അച്ഛന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടുത്തെ ഹെഡ് നേഴ്സ് മിസ് സോഫിയ. എന്റെ ജോലികൾ മുഴുക്കെ ഞാൻ അവരെ കൊണ്ടാ ചെയ്യിപ്പിച്ചിരുന്നത്. എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്കൊരു പരിചയം കിട്ടാൻ വേണ്ടി. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും സോഫിയ ഒരു ഡോക്ടർ അത്ര എക്സ്പീരിയൻസ് ആയി. അടുത്ത വർഷം അവർ MBBS ചേർന്നു. എല്ലാം ഞാൻ കൊടുത്ത ഇൻസ്പിറേഷനാണ്. നിഷ്പ്രയാസം പരീക്ഷ പാസ്സായി. യു ടു മസ്റ്റ് ബിക്കം എ ഡോക്ടർ. ഐ വിൽ മേക്ക് യു എ ഡോക്ടർ. എനിക്ക് ഡോക്ടറൊന്നും ആകണ്ട. ഡോക്ടർ എന്നെ കരയിക്കാതിരുന്നാ മതി. സിസ്റ്റർ പേരെന്താ? നിർമ്മല. നിർമ്മല. റിയലി എ സർപ്രൈസിംഗ് നെയിം. ഞാൻ പറയാൻ ഒരുങ്ങി എന്താണെന്ന് പറയട്ടെ. മനസ്സിന്റെ നൈർമല്യമാണ് കണ്ണുനീരിന്റെ കാതൽ. ദുഷ്ട മനസ്സുകൾക്ക് കരയാനാവില്ല. നിർമ്മല കരയും, കാരണം നിർമ്മല നിർമ്മലയാണ്. ചെറുപ്പക്കാരായ രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ നിർമ്മല ശ്രദ്ധിക്കണം. പരിചരിക്കുന്ന നേരത്ത് അവർ നിർമ്മലയെ തൊട്ടെന്നും തഴുകിയെന്നും വരും. അവരെ കുറ്റപ്പെടുത്താൻ ഒക്കില്ല, കുറ്റപ്പെടുത്താനേ ഒക്കില്ല. കാരണം ചെറുപ്പക്കാരുടെ നാടിമിടിപ്പിന്റെ വേഗത കൂട്ടുന്ന എന്തോ ഒന്ന് നിർമ്മലയിലുണ്ട്. സത്യം. ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടാവും. ഞാൻ എങ്ങനെയാ? ഇന്ന് തോന്നുന്ന കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന ശീലമേ എനിക്കില്ല. സത്യം പറയട്ടെ, ഞാൻ ഈ ആശുപത്രി വന്ന് ഇറങ്ങിയപ്പം തന്നെ ഇട്ടേച്ച് പോണമെന്ന് കരുതിയതാണ്. പക്ഷെ ഇനിയില്ല. നിർമ്മലയുടെ സാന്നിധ്യമുള്ള ഈ ആശുപത്രിയിൽ നിന്നും ഇനി എനിക്ക് പോകാനൊക്കെ ഒന്നും തോന്നുന്നില്ല. നിർമ്മല പൊയ്ക്കൊള്ളൂ. ഇടവേളകൾ ഉണ്ടായാലേ വീണ്ടുമുള്ള കണ്ടുമുട്ടലുകൾക്ക് രസമുണ്ടാവും. ഡോക്ടർ നിർമ്മല. ഓർമ്മ വേണം. കാഷ്വാലിറ്റിയിൽ അങ്ങോട്ട് അടുക്കാൻ വയ്യ. OP-യിലാണെങ്കിൽ തിക്കും തിരക്കും. നമ്മുടെ നാട്ടിൽ ഇത്രയും രോഗികളുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അമ്മായി ഒന്ന് വന്ന് കാണണം, അന്തം വിട്ടുപോകും. ഞാൻ ഇത്തവണ ഒരു ടെക്നിക്ക് ആലോചിച്ചമ്മാവ. ഡോക്ടർ ആരായിരുന്നാലും അയാൾ സുന്ദരനായിരിക്കണം. എന്താ കാര്യം? സ്ത്രീ രോഗികളുടെ തിരക്ക് കൂടും. അതുപോലെ സംഭവിച്ചു. 99% രോഗികളും സ്ത്രീകളാണ്. എങ്ങനെയുണ്ട് എന്റെ ടെക്നിക്ക്? നിന്റെ ആ ടെക്നിക്ക് നന്നായിട്ടുണ്ട്. ആ ഊമക്കത്തുകാരൻ ഇതൊക്കെ നന്ദിനെ എഴുതി അറിയിച്ചിരുന്നെങ്കിൽ. ഓ, അതൊന്നും സാരമില്ല മഹാദേവ. ഞാൻ പറഞ്ഞ മറ്റേ ടെക്നിക്ക് ഉണ്ട്. അതേത് ടെക്നിക്ക്? പ്രമാണത്തിൽ ഒപ്പിട്ട എന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ലണ്ടനിലേക്ക് അയക്കുന്ന ടെക്നിക്ക്. ഓ, ആ ടെക്നിക്ക്. പ്രമാണം എടുക്കട്ടെ? എടുത്തോളൂ. അയ്യോ അമ്മാവ, തൊലച്ചു. സൂര്യൻ അസ്തമിച്ചു പോയില്ലേ? ഇനി ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ പോയി വിളക്ക് കത്തിക്കട്ടെ. ഓ, എന്നാലും എന്റെ സൂര്യ. ഡോക്ടർ, ഞാൻ വിചാരിച്ചില്ലേ എന്ത്? ഇന്ന് വിജയിക്കുമെന്ന്. മനസ്സിലായില്ല. കാലത്തോടുന്നു എന്നുള്ള വ്യാജേനെ നിർമ്മലയുടെ വീടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 4-5 ദിവസമായിട്ട് ഈ ഏരിയ മുഴുവൻ ഞാൻ കവർ ചെയ്തോണ്ടിരിക്കുക. ഈ റോബർട്ട് ബ്രൂസിന്റെ കഥ കേട്ടിട്ടുണ്ട്. 7 തവണ തോറ്റിട്ടും പിന്മാറാതെ 8ാം തവണ യുദ്ധം ജയിച്ച രാജാവിന്റെ കഥ. ശ്രമിച്ചാൽ നേടാം. അതാണ് ആ കഥയുടെ ഗുണപാഠം. എന്തിനാ എന്റെ വീട് കണ്ടുപിടിക്കുന്നത്? കാണാൻ. യൂണിഫോമിലല്ലാത്ത നിർമ്മലയെ ഒന്ന് കാണാൻ. എന്നോട് മേൽവിലാസം ചോദിക്കാമായിരുന്നില്ലേ? അതിൽ ത്രില്ലില്ല. മാത്രവുമല്ല, ഞാൻ വരുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞാൽ നിർമ്മല മേക്കപ്പ് ഇടും, ആഭരണങ്ങൾ അണിയും. ഇതുപോലെ ഒറിജിനൽ നിർമ്മലയെ കാണാനൊക്കെയല്ല. ഞാനൊരു സാഹിത്യകാരനൊന്നുമല്ല, എങ്കിലും ഞാൻ സ്വല്പം സാഹിത്യം പറയാൻ പോവാ. ഈ പ്രഭാതത്തിലെ ചുവപ്പ് നിർമ്മലയുടെ കവിളിലെ ചുവപ്പുമായി മത്സരിച്ചു. ഓക്കെ? ജയിച്ചതോ നിർമ്മലയുടെ കവിള്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഡോക്ടർ, ഞാനൊരു പാവമാണ്. ഞാനൊരു ദുഷ്ടനല്ല. ആണെന്ന് ഞാൻ പറഞ്ഞോ? അകത്ത് വന്ന ഡോക്ടർക്ക് കാണാം. ജന്മനാ തളർന്ന ശരീരവുമായി കിടക്കുന്ന എന്റെ അനുജൻ കുഞ്ഞുണ്ണി. അച്ഛൻ മരിച്ചതിന് ശേഷം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അമ്മ. ഇതൊക്കെയാണ് എന്റെ സമ്പാദ്യം. ഡോക്ടർ വലിയ ആളാണ്. ഒരു ദുരന്തമെടുത്ത് തലേ. നാം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് നിർമ്മലയെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇനിയും അതറിഞ്ഞാൽ മതി. പിന്നെ നിർമ്മലയുടെ ദുരന്തങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിലും
ഇന്നും ആശുപത്രിയിൽ എത്താൻ ലേറ്റ് ആവുമോ? ഇല്ല, ഞാനിത് പുറപ്പെട്ടു കഴിഞ്ഞു. വേഗം വരണം. ഞാൻ കാത്തിരിക്കും. നിങ്ങൾ പുറത്തു പോകണം. എന്റെ ഉണ്ണിക്കുട്ടനെ എങ്ങനെങ്കിലും രക്ഷിക്കണം ഡോക്ടർ സാർ. അമ്മാവും പോണം. ഡോക്ടർ വന്നില്ലേ? വേണ്ടത് ചെയ്തോളൂ. നിങ്ങളും പൊയ്ക്കോളൂ. ജസ്റ്റ് മാത്രം മതി ഇവിടെ. എങ്ങനെ സംഭവിച്ചത്? മരത്തിന് വീണതാ. ആഴത്തിൽ മുറിവുണ്ട്. ബ്ലീഡിംഗ് നിൽക്കുന്നില്ല ഡോക്ടർ. വാട്ട് ഷാൽ വി ഡു? സ്റ്റിച്ച് ഇടേണ്ടി വരും. യെസ് യെസ് ഓഫ് കോഴ്സ്. സ്റ്റിച്ച് ഇടണം. വേഗം ആകട്ടെ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. യെസ് ഡോക്ടർ. ഇല്ല, നിർമ്മൽ ഇട്ടാ മതി. ഞാനോ? വേഗമാകട്ടെ. അയ്യോ ഡോക്ടർ, എനിക്ക് എന്താ അറിയില്ലേ? അയ്യോ ഡോക്ടർ, എനിക്ക് ധൈര്യമില്ല. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ ശരിയാവും. ഇട്ടേ പറ്റൂ. ഇല്ല ഡോക്ടർ, എനിക്ക് പറ്റില്ല. ഡോക്ടർ, ഇത് ബ്ലീഡിംഗ് ഹെവി ആവുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. എന്താ ഡോക്ടർ? ഒരു തലകറക്കം പോലെ. കുറച്ച് വെള്ളം. എന്റെ കൈ വിറയ്ക്കുന്നു. ചിലപ്പോഴൊക്കെ ഇങ്ങനെയാ. ഒരുപാട് രക്തം കാണുമ്പോൾ തല ചുറ്റും. ഒരു ഡോക്ടർക്ക് ഇത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അടുത്ത കാലത്ത് ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും തുടങ്ങി. അത് കാര്യം വെക്കണ്ട. പേഷ്യന്റിനെ രക്ഷിച്ചേ പറ്റൂ. നിർമ്മല ചിച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ചിച്ചിട്ടുള്ളൂ. ഞാനല്ലേ പറയുന്നത്, ഇടൂ. അമ്മാവൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. മിടുമിടുക്ക ഡോക്ടറാണ്. മോളെ, മോൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എന്റെ ഉണ്ണിക്കുട്ടനെ രക്ഷിച്ച ഡോക്ടർ എന്റെ ദൈവമാണ്. നിങ്ങൾ ആരാണ്? എന്താ നാവിറങ്ങിപ്പോയോ? പറയണം, ആരാണ് നിങ്ങൾ? എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം. സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു ഡോക്ടർ അല്ല. കോന്നി ഹോസ്പിറ്റലിലെ നഴ്സിനെ ഒറ്റ വർഷം കൊണ്ട് ഡോക്ടറാക്കിയ കഥ കേട്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇല്ലാത്ത മരുന്നിന്റെ പേരെഴുതിയത് എന്റെ അറിവില്ലായ്മയാണെന്ന് സൂചിപ്പിച്ചപ്പോഴും, ആ മരുന്നില്ലെങ്കിൽ അൾസറിനും വാദത്തിനും ഒക്കെ എനിക്കറിയാവുന്ന മരുന്നുകൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ സംശയിച്ചിരുന്നു. നിർമ്മല എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. എന്റെ സഹായം കിട്ടാൻ വേണ്ടി പല രീതിയിൽ നിങ്ങൾ അഭിനയിച്ചു. ഞാനൊരു വീട്ടിൽ അടുത്തറിയും മുമ്പ് ഞാൻ നിങ്ങളോട് അടുത്തു. You are a cheat. Professionally and personally, you are a born criminal. മനുഷ്യക്കള്ളൻ. ഈ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. എന്നോടിത് വേണ്ടായിരുന്നു. ഗുഡ് ബൈ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം സാർ. നമസ്കാരം ഡോക്ടർ മറക്കില്ല. ഡോക്ടർ ഒരു കാലത്ത് ഞങ്ങൾ മറക്കില്ല. കിടക്കാത്ത ആശുപത്രികളും ചികിത്സിക്കാത്ത ഡോക്ടർമാരും ഇല്ലായിരുന്നു. ഡോക്ടർ എനിക്ക് പുനർജന്മം തന്നു. ഡോക്ടറെ ദൈവം രക്ഷിക്കട്ടെ. അതെ അതെ. ഗോഡ് ഹീൽസ് ബട്ട് ഡോക്ടർ ടേക്സ് ദ ഫീസ് എന്നാണല്ലോ. വരട്ടെ. ശരി സാർ.
മന്ത്രി അദ്ദേഹം വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. അയ്യോ ഇതെന്ത് പറ്റി? ഇതാ ഞങ്ങളുടെ ഡോക്ടർ രാജഗോപാൽ MBBS MD. ഡോക്ടർ എന്താ കൈ ഇങ്ങനെ? അത് ഈ ഫിസിയോതെറാപ്പിയുടെ റിസർച്ചിന് വേണ്ടി കൈ സൺറൈസിൽ കാണിച്ചുള്ള എക്സർസൈസ്. കണ്ടോ മിടുമിടുക്കനാ. എപ്പോ നോക്കിയാലും റിസർച്ചാ. അറിയാമല്ലോ, പൊതുമരാമത്ത് മന്ത്രി. ഞങ്ങള് സുഹൃത്തുക്കളാ. വീട്ടിൽ വന്നപ്പോ ഞങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഡോക്ടറെ ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഞാൻ കോന്നിയിലുണ്ടായിരുന്നു, ചുനക്കരയിലുണ്ടായിരുന്നു, പിന്നെ അഴിക്കോടുണ്ടായിരുന്നു. അതല്ല, വേറെ നല്ല പരിചയമുള്ളതുപോലെ. എങ്കിൽ അത് ഞാനായിരിക്കില്ല. നമുക്ക് ആശുപത്രിയൊക്കെ ചുറ്റിക്കറങ്ങി ഒന്ന് കാണാം. ഉം. ഇതൊക്കെ ഒന്ന് വലുതാക്കി എടുക്കണം. സഹായം വേണ്ടി വരും. ഉം. ഞങ്ങൾ റൂമിലേക്ക് വരാം. വന്നാട്ടെ വന്നാട്ടെ. കഴിക്ക് മോനെ, കഴിക്ക്, അല്ലെങ്കിൽ ചേച്ചിക്ക് ദേഷ്യം വരും. കഴിക്ക്. ആ അമ്മ ഇത് കണ്ടോ? ഈ കുഞ്ഞുണ്ണി കഴിക്കുന്നില്ല. കഴിക്കും മോനെ. അമ്മയ്ക്ക് ഇനി കഞ്ഞി വേണോ? വേണ്ട, മോള് കഴിച്ചോ. ഞാൻ പിന്നെ കഴിച്ചോളാം. ആരാ മോളെ? അത് ആശുപത്രി അമ്മേ. എന്ത് വേണം? ഒന്നും വേണ്ടിയിട്ടല്ല. സിസ്റ്റർ പോകുന്നതിന് ശേഷം ഞാനും ഇറങ്ങി. എവിടേക്കാ പോകണ്ടെന്ന് അറിയില്ലല്ലോ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പോലീസ് കൊണ്ടുപോകുന്നത് താങ്ങാനാവില്ല. ഞാൻ ആശുപത്രിയുടെ വെളിയിൽ നിന്ന് നോക്കിയായിരുന്നു. ഇതുവരെ ആരും വന്നില്ല. അത്രയെങ്കിലും കരുണ കാട്ടിയല്ലോ, നന്ദി. ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല, നിർമ്മല ചോദിച്ച ചോദ്യത്തിന് നിർമ്മല തന്നെ ഉത്തരം കണ്ടെത്തിയല്ലോ. പഠിച്ച കള്ളൻ, ബോൺ ക്രിമിനൽ. ശരിയാണ്, ഒക്കെ ശരിയാണ്. എങ്കിൽ പിന്നെ വേറെന്ത് കാര്യം പറയാനാണ് ഈ രാത്രി ഇവിടെ വന്ന് ശല്യം ചെയ്യുന്നത്? ജീവിക്കാൻ മറ്റു വഴിയില്ലാതായപ്പോ ഈ തട്ടിപ്പ് ചെയ്തു പോയതാണെന്ന് ന്യായീകരിക്കാൻ വന്നതാണോ? അവനെ കണ്ടോ? എന്റെ കൂടെ പറഞ്ഞതാ. 6 കൊല്ലമായി കിടക്കുന്ന കിടപ്പാണ്. ബോംബെയിൽ ഒരു ന്യൂറോ സർജനെ കാണിക്കാൻ വേണ്ടി പല ഡോക്ടർമാരും പറഞ്ഞു. സാധിച്ചില്ല, പണമില്ലാത്തതുകൊണ്ട്. പണമുണ്ടാക്കാൻ വേണ്ടി എനിക്കും വഴിവിട്ട് വല്ലതും ചെയ്യാമായിരുന്നു. എന്നിട്ടിതുപോലെ ന്യായീകരിച്ചാൽ മതിയല്ലോ. ഇല്ല, ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ചിലപ്പോ ജന്മനാ തന്നെ എന്നിലൊരു കള്ളൻ ഒളിച്ചിരുന്നിട്ടുണ്ടാവണം. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, എന്റെ വിജയം, എന്റെ നിലനിൽപ്പ്, അതിനുവേണ്ടി ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. 4-5 മനുഷ്യാത്മാക്കളെ ഒരു കൂട്ട മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു വഴിയും എന്റെ തലച്ചോറിൽ തോന്നിയില്ല. അതുകൊണ്ട് മാത്രം. കുറച്ച് പണം, അത് കിട്ടുന്നത് വരെ നിൽക്കാനായിരുന്നു ഉദ്ദേശം. ഇനി വേണ്ട. നിർമ്മല ആശുപത്രിയിൽ പോകണം. ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല. ചിലപ്പോ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. ഞാൻ പോവുക. വേണ്ട, ഞാനിത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇനിയും തുടരുമായിരുന്നില്ലേ? ഞാൻ കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാതിരിക്കണ്ട. ഇല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കുറ്റങ്ങൾക്ക് നിർമ്മലയെ കൂടി ബലിയാടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പേടി എനിക്കില്ല. നിങ്ങൾ പിടിക്കപ്പെട്ടാൽ അത് നിങ്ങളുടെ വിധി. പിന്നെ നിങ്ങൾ പറയണം ഞാനും കൂട്ടുനിന്നെന്ന്. അപ്പൊ എന്നെ ശിക്ഷിക്കുമായിരിക്കും. ആ ശിക്ഷ കൂടി നിങ്ങൾ എനിക്ക് വാങ്ങിത്തരണം. അപ്പോഴേ നിങ്ങൾ നിങ്ങളാകും. എല്ലാം തുറന്നു പറഞ്ഞിട്ടും ഇത്തരം മുള്ളുവെച്ച വാക്കുകൾ വേണോ? ഞാൻ ചതിയനാണ്, അശേഷം സ്വഭാവശുദ്ധി ഇല്ലാത്തവനാണ്. പക്ഷേ നിർമ്മലയോടുള്ള എന്റെ ഇഷ്ടം, അതിൽ മാത്രം കാപട്യമില്ലായിരുന്നു എന്ന് വിശ്വസിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ആശുപത്രിയിൽ വരുന്നതും വരാത്തത് ഇനി നിങ്ങളുടെ ഇഷ്ടം. എന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു എന്ന് മാത്രം. ഒരപേക്ഷയുണ്ട്. തിരിച്ചറിവില്ലാതെ ഓരോ രോഗങ്ങളുമായി വരുന്ന പാവങ്ങളെ ചികിത്സിച്ച് കൊല്ലരുത്.
ഒന്നെങ്കിൽ മറ്റെവിടേക്കെങ്കിലും റെഫർ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ അറിയിക്കുക. നാഥനില്ലാത്ത കുടുംബങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് മാത്രം. ഹലോ, മൃഗാശുപത്രിയാ? ഇത് ഭ്രാന്താശുപത്രിയാ. ശരിക്കുള്ള നമ്പർ ഡയൽ ചെയ്യടൂ. ഹലോ, മൃഗാശുപത്രിയാ? അതെ, മൃഗാശുപത്രിയാണ്. എന്ത് വേണം? ഞാൻ ആരാണെന്നോ? താൻ ആരാടോ? ഇത് ശങ്കരമംഗലം തറവാടാണ്, പ്രശസ്തമായ ശങ്കരമംഗലം തറവാട്. ഇവിടെ വിളിച്ച് മൃഗാശുപത്രിയാണോ മൃഗാശുപത്രിയാണോ എന്ന് ചോദിക്കുന്നത് മനഃപൂർവ്വമാണോ? എങ്കിൽ താൻ കളിക്കുന്നത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ആരെ ആരെ? നന്ദിനിയോ? അയ്യോ നന്ദിനി, ഇത് ദേവേട്ടനാണ്. അതെ, ഇപ്പൊ 2 തവണ മൃഗാശുപത്രിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വന്നു. സോറി. ഇല്ല, അച്ഛനമ്മ ഇവിടെ ഇല്ല. എന്ത് വിശേഷമാണേലും എന്നോട് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ആശുപത്രി ഞാൻ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊമക്കത്ത് അത് വെറും നുണയാണ് കേട്ടോ. എന്ത്? അടുത്ത ആഴ്ച വരികയാണെന്നോ? വെരി ഗുഡ്. അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ? ഹലോ 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 ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അമ്മായി, നന്ദിനി അടുത്ത ആഴ്ച ലണ്ടനിൽ നിന്ന് വരുന്നു. അമ്മാവാ, ഇപ്പൊ ഫോൺ വന്നു. നന്ദിനി അടുത്ത ആഴ്ച പുറപ്പെടും അത്രേ. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു, അപ്പോഴേക്കും ഫോൺ കട്ടായി പോയി. ഞാൻ മുറി ചെന്നിരിക്കാം, വീണ്ടും ഫോൺ വന്നെങ്കിലും. ഇങ്ങോട്ട് വാടി, വിടുന്നേ. ഇങ്ങോട്ട് വരാൻ എന്താ നീ കാണിക്കുന്നേ? പിന്നെ ഒരു നാളെ അവിടെ ഇരിക്കേ. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. സാവിത്രി, നന്ദിനി ഉടനെ പറന്നിങ്ങി എത്തും. ഇനി എന്താ അടുത്ത പരിപാടി? അവളെ ഇങ്ങനെ വെറുതെ നിർത്തിയാ മതിയോ? വെറുതെ നിർത്തുന്നു ആരാ പറഞ്ഞേ? വന്നു കഴിഞ്ഞ് ആശുപത്രിയുടെ ചുമതല അവളെ ഏൽപ്പിക്കണം. അങ്ങനെയല്ലേ തീരുമാനിച്ചത്? എടി മണക്കൂസെ, അതല്ല, അവിടെ കല്യാണക്കാരിയും. അത് നേരത്തെ തീരുമാനിച്ചതല്ലേ? എന്ത് തീരുമാനിച്ചു? മഹാദേവനെ കൊണ്ട്. നമുക്കൊരു മകളല്ലേ ഉള്ളൂ. എന്റെ അറിവിൽ അത്രേ ഉള്ളൂ. എങ്കിൽ അവളെ കെട്ടുന്നത് മഹാദേവനായിരിക്കില്ല. എന്ത്? സാവിത്രി, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഞാൻ പഠിപ്പിച്ച എന്റെ മോളെ കെട്ടുന്നവന് ചില മിനിമം യോഗ്യതകളൊക്കെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എങ്കിൽ ഇത്രയും കാലം മഹാദേവനെ ഇട്ട് പന്ത് തട്ടുമ്പോൾ തട്ടിതെന്തിന്? അതോ അവന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് കാണാൻ എനിക്ക് ദണ്ണമുള്ളതുകൊണ്ടോ? പക്ഷെ പ്രമാണത്തിൽ ഇന്നൊപ്പിടാം നാളെ ഒപ്പിടാന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുക. എന്നാൽ ശങ്കരമംഗലത്ത് മാധവൻ തമ്പി അവനെ കൊണ്ട് ഒപ്പിടിക്കും. എന്നിട്ട് നന്ദിനിയെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും. ഡോക്ടറോ? അതേടി, നമ്മുടെ ഡോക്ടർ രാജഗോപാലൻ. രോഗികൾക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു ഡോക്ടർ ഇനി ജനിക്കാനില്ല. അയാളെ നമ്മുടെ കൈപ്പിടിയിലൊന്ന് കിട്ടിയാ മതി. പണം കായ്ക്കുന്ന മരമെന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു മരമാടി ഈ ഡോക്ടർ. ചുമ്മാ വടിയോരത്തൊരു ഷെഡും കെട്ടി ക്ലിനിക്കെന്നൊരു ബോർഡും തൂക്കി അയാളെ പിടിച്ചങ്ങ് ഇരുത്തിയാ മതി. ഡോക്ടറെ കൊടുത്തൊരു ഈച്ച പൊതിയും പോലെ രോഗികൾ വന്ന് കുമിഞ്ഞുകൂടും. ഒരു കാര്യം പറഞ്ഞേക്കാം, നന്ദിനി നിനക്ക് എന്നും പറഞ്ഞ ആ ചെറുക്കന്റെ ചോര മുഴുവൻ ഊറ്റി കുടിച്ചേച്ച് ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ദൈവം നിന്നെ പോലെ അത്ര ബുദ്ധിയില്ലാത്ത കൂട്ടത്തിലൊന്നും അല്ല. ചേരേണ്ടതേ ചേരാൻ പാടുള്ളൂന്ന് പുള്ളിക്കാരൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എടീ, ഭർത്താവ് ഡോക്ടർ, ഭാര്യ ഡോക്ടർ, അവരുടെ മക്കൾ മുഴുക്ക ഡോക്ടർ, അങ്ങനെ ഡോക്ടർ ഒരു ഡോക്ടർ ചങ്ങല. ആ തലമുറയെ പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നേരെ മറിച്ച് മണ്ടം മഹാദേവൻ നമ്മുടെ അന്തരിക്കുട്ടിയെ കല്യാണം കഴിച്ചാലോ, അവന്റെ മക്കള് മണ്ടന്മാർ, മക്കളുടെ മക്കള് മരമണ്ടന്മാർ, അവരുടെ മക്കള് തിരുമണ്ടന്മാർ, ഒരു പരമ്പര മുഴുവൻ മഹാമണ്ടന്മാർ. ഈ ബന്ധത്തിനെങ്ങാനും ഞാൻ മുൻകൈ എടുത്താൽ ദൈവം ആ നിമിഷം തന്നെ ചവിട്ടിക്കൊല്ലും. എന്തൊരു ഐശ്വര്യം ആ ഡോക്ടറിന്റെ മുഖത്ത്. മകൻ ഇങ്ങനെയാണെങ്കിൽ ആ അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കും? ഐശ്വര്യദേവത നൃത്തം ചവിട്ടുന്ന ആ തറവാട്ടിലേക്ക് ബന്ധുക്കളായി കയറി ചെല്ലുന്നത് ഒരു അഭിമാനം തന്നെയാണേ.
ഇനി ഇവിടെ ചോറും കറിയും വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഒന്ന് കാണണം. ഭദ്രകാളി, സ്വന്തം ഭർത്താവ് പട്ടിണി കിടന്ന് ചാവണമെന്ന് അവളുടെ ആശ. അല്ലടി, നിന്നെ കൊന്നിട്ടേ ഞാനും ചാവുള്ളൂ. അടി ഭദ്രകാളി, ഇറങ്ങി വാടി. എന്താടി നോക്കുന്നത്? കരണം പോലീസും നീയും തമ്മിലുള്ള ഇടപാട് നാട്ടിൽ മുഴുവൻ പാട്ടായി നാളെ കിടക്കുമ്പോഴാണ് ഞാൻ വന്നത്. പോലീസ് മുങ്ങിയപ്പോ ഒരുത്തരും കിട്ടിയില്ല നിന്നെ കെട്ടാൻ. ഞാൻ കെട്ടി. അതാണടി എന്റെ ആത്മാർത്ഥത. ആ എണ്ണ നിനക്കിപ്പം വരില്ല. എനിക്ക് മാത്രം ഇവിടെ ചോറില്ല. അല്ലടി, എന്താ കണ്ടൂടെ ചട്ടി? പഴയതിൽ ഇനി ഇതും കൂടി ബാക്കിയുള്ളൂ. ഇതും കൂടി ഒന്ന് ഉടച്ചു തന്നായിരുന്നെങ്കിൽ എനിക്ക് പോയി പുതിയത് വാങ്ങിക്കായിരുന്നു. പിന്നെ അത് ഉടച്ചു തുടങ്ങാം. ഉടക്കാനാ പറഞ്ഞത്. തൊട്ട് പോരു തന്നെ. ഈ കയ്യേ വിട്ടു. കള്ളു കുടിക്കാൻ കാശ് വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല ഇത് അരി വാങ്ങിക്കാനുള്ള കാശാണ്, ഇത് തരില്ലെന്ന്. അപ്പ പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട, കള്ളു മതിയെന്ന്. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോ ചോറ് വേണമെന്ന്. ഇവിടെ ചോറില്ല, ഇല്ല, ഇല്ല. ഇനി ഇവിടെ കിടന്ന് ഒച്ചയും വേളം ഉണ്ടാക്കിയാലുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിയാലോ. കരണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ എന്തിനാ ഇയാളെന്നെ കെട്ടിയത്? നിന്റെ തന്ത എനിക്ക് കാശ് തന്നിട്ട്. അയ്യോ, എന്റെ മുടി, അയ്യോ, എന്റെ കൊല്ലിനെ, അയ്യോ, ഇയാളെ കൊന്നിട്ട് എന്നെ കാര്യം. വിടുമോളെ. അയ്യോ, അവളെ വിടടി. എന്നെ കൊല്ലട്ടെ. ഞാൻ ചത്താലില്ല. അവക്ക് കരണം പോലീസില്ലേ? പിള്ളേരുടെ മുമ്പിൽ വെച്ച് തോന്നിയ ദിവസം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കരണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെന്ന് തന്നെ കൂട്ടിക്കോളൂ. നിങ്ങളുടെ ആദ്യ ഭാര്യ പതിവ്രത ആയിരുന്നല്ലോ. എന്നിട്ട് എന്തേ അവളൊരു ലോക കള്ളനെ പറ്റൂ? മുട്ടയെന്ന് വിരുന്നതിന് മുമ്പ് അവൻ ജയിലിൽ കിടന്നില്ലേ? ഇപ്പോഴും ആളുകളെ പറ്റിച്ച് നടക്കില്ലേ? ഞാൻ പറഞ്ഞ കേൾക്കൂല. ഒന്ന് അടങ്ങി. ഇന്ന് എത്ര കലം പൊട്ടിച്ചു പറ. എനിക്ക് ചോറ് തന്നില്ല. ചോറ് വേണ്ട, ആ അരിയുടെ കാശിന് കള്ള് മതി എന്ന് ചേട്ടൻ പറഞ്ഞാണ്. അത് തന്നെയല്ലേ സംഭവം. ഇന്നെങ്കിലും വല്ല പുതുമ ഉണ്ടാവും ഞാൻ വിചാരിച്ചു. ഉണ്ടായില്ല. കലത്തിന്റെ കാശ് വേണം, അത്രയേ ഉള്ളൂ. ഞാൻ തന്നേക്കാം. അയ്യോ, പ്രശ്നം തീർന്നല്ലോ. ഈ രൂപ രാജഗോപാൽ എന്റെ പേർക്ക് മണി ഓർഡർ അയച്ചതാ നിങ്ങൾക്ക് തരാൻ. ആണോ? എങ്കിൽ എനിക്കിതായ്മുട്ടി. ഇവളിപ്പോ അവനെ തെറി പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ പറയാതിരിക്കും? അവന്റെ ഈ പെമ്പിള്ളാരുടെ തള്ള രണ്ടാണെങ്കിലും തന്ത നിങ്ങൾ തന്നെയല്ലേ? പെങ്ങന്മാർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആങ്ങളയുടെ കടമയാ, ഇല്ലേ അയ്മുട്ടി? അതെ അതെ അതെ. കൊല്ലിഞ്ഞ എന്താടി നോക്കിയിരിക്കുന്നത്? കേൾപ്പടി കാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നു. ഈ പണം അവൻ എന്റെ പേർക്ക് അയക്കാൻ എന്താ കാരണം? എന്താ ഇവിടുത്തെ മേൽവിലാസം അറിഞ്ഞൂടെ? എന്തോ എനിക്കറിഞ്ഞൂടാ. അവൻ എവിടെയാ ഉള്ളത്? ആരെയാ ഇപ്പൊ അവൻ പറ്റിച്ചോണ്ടിരിക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പടച്ചോനെ. നീ അവനെ കണ്ടു. ഈ പണം നിന്റെ കയ്യിൽ അവൻ നേരിട്ട് തന്നാന്ന് ഞാൻ പറയും. അല്ലെന്ന് ഞാൻ പറയുന്നു. ശരി ശരി, അല്ലെങ്കിൽ മോനെ ഒരു 50 രൂപ എനിക്ക് താടാ. 50 രൂപ പോയിട്ട് 10ന്റെ പൈസ എന്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വേണ്ട, വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാനിപ്പോ ചായ കുടിച്ചാണ്. ചായ കുടിച്ചിട്ടുണ്ടെന്നാ? ഞാൻ ചായ കുടിച്ചാണെന്ന്. ആ ശരി, അത് അവിടെയുള്ള കുടിച്ചു. ഞാനിപ്പോ കുടിച്ചാ. അതെ, വാതിലടിച്ച് കുറ്റിയിട്ടതാ. നിനക്കറിയാം അവൻ എവിടെയാ ഉള്ളത്. അവൻ കാശുണ്ടാക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി. അവനെ കാണിച്ചു തരാതെ നിന്നെ ഇവിടുന്ന് പുറത്തു വിടുന്ന പ്രശ്നമല്ല. ആയിമുട്ടി പറ്റി അവനെ കേടാ. എനിക്ക് ആ അഡ്വാൻസ് കിട്ടിയ വളരെ നന്നായിരുന്നു. പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞിരിക്കുക. അതെ ഡോക്ടറെ, ഞാനേ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. അഡ്വാൻസ് എന്തിനാ? ഞാൻ ഈ ആശുപത്രി എന്നെ എഴുതി അങ്ങോട്ട് തരുമല്ലോ. ആശുപത്രി കിട്ടിയിട്ട് എനിക്ക് എന്താ കാര്യം? അതെ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാന്നേ. ഡോക്ടർക്ക് ഇപ്പൊ ഈ നാട്ടിൽ എന്താ പേരെന്ന് അറിയുവോ? എന്റെ മോൾ ഒരു ദിവസം ലണ്ടനിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിക്കുക, അച്ഛാ നമ്മുടെ ആശുപത്രി മിടുക്കനും സുന്ദരമായ ഡോക്ടർ എത്തിയെന്ന് കേട്ടത് ശരിയാണോ എന്ന്. ഞാൻ പറഞ്ഞു ശരിയാണെന്ന്. അവക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അതായത് ഡോക്ടറിന്റെ പേര് ലണ്ടൻ വരെ എത്തിയിരിക്കുന്നു. ആരോ ഇവിടുന്ന് ഊമക്കത്തെഴുതി അറിയിച്ചതാവും. ഇനിയും കുറച്ചു കാലം കൂടി ഞാനിവിടെ നിൽക്കേണ്ടി വന്നാൽ ലണ്ടൻ മാത്രമല്ല ലോകം മുഴുവൻ ഞാൻ അറിയപ്പെടും. അതാണ് എന്റെ അവസ്ഥ. അറിയപ്പെടണം. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. എന്റെ മോള് ലണ്ടനിൽ എന്ത് ചെയ്യുന്നു എന്ന് ഡോക്ടർ ചോദിച്ചില്ല.
മകൾ അവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അവൾ അവിടെ FRCS പഠിക്കുകയാണ്. വളരെ സന്തോഷം. ഞാനൊരു ശുദ്ധ മനസ്കനാണേ. ഞാൻ അതിലും ശുദ്ധ മനസ്കനാ. അല്ല, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ വളച്ചുകെട്ടി സംസാരത്തിന്റെ ആവശ്യമില്ല. ഡോക്ടറിന്റെ മരുമോനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കാകെ ഒരു മകളേ ഉള്ളൂ. അവളെ സുരക്ഷിതമായ ഒരു കയ്യിലേൽപ്പിച്ചാൽ. എന്റെ കൈ വളരെ സുരക്ഷിതമായ കൈയാണ്, പക്ഷേ ഒരു പക്ഷമില്ല ഡോക്ടർ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് അഡ്വാൻസ് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇല്ല, ഇനി നമ്മൾ തമ്മിൽ അഡ്വാൻസും ഇല്ല, ശമ്പളവും ഇല്ല. എന്റെ മോളെയും അതോടൊപ്പം ഈ ആശുപത്രിയും കൂടി അങ്ങോട്ട് ഏൽപ്പിക്കുക. അതല്ല, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നും പറയണ്ട. ഭഗവാനെ, ഒടുവിൽ അഡ്വാൻസും ഇല്ലാണ്ടായോ? ഡോക്ടർ, എന്താണോ? ഡോക്ടർ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. ഡോക്ടറിന്റെ അച്ഛനും നോക്കത്താ ദൂരം വരെ ഒരു പാടം, പിന്നെ തെങ്ങുന്തോപ്പ്, റബ്ബർ, ചുക്ക്, കുരുമുളക്, ഏലം ഇതെല്ലാം വിറ്റിട്ടാണ് ഇവനെ പഠിപ്പിച്ചത്. കോഴിക്കോട് പഠിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ് എറണാകുളത്ത് പഠിക്കണം, പിന്നെ പറഞ്ഞ് തൃശ്ശൂര് പഠിക്കണം, പിന്നെ കണ്ണൂര്, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, അങ്ങനെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ അവനെ പഠിപ്പിച്ചു. ഇതും കഴിഞ്ഞപ്പോ പറയാണ് എന്തോ ഒരു പാല്, എന്ത് പാല്? മണിപ്പാല്. ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം, ഇടയ്ക്ക് കയറി പറയരുത്. എന്താണ്? മണിപ്പാലി പഠിക്കണം. ആ സമയത്താണ് നമ്മൾ ആ റബ്ബർ എസ്റ്റേറ്റ് വിറ്റത്. 27 ഏക്കറല്ല, അമരാവതിയിലുള്ള 30 ഏക്കർ. ആര് നോക്കണം എവിടേക്ക് കിടക്കണം? എന്ത് വിറ്റാലെന്താ, ഒന്നും പാഴായി പോയിട്ടില്ലല്ലോ. റബ്ബറും തെങ്ങും ഒക്കെ ഇനി ഇഷ്ടം പോലെ വാങ്ങിക്കാമല്ലോ. എല്ലാരും ഉണ്ടല്ലോ. മമ്മി, എന്തൊക്കെയുണ്ട് വിശേഷം? ഡാഡി എവിടെ? ഡാഡി അങ്ങ് ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ, ആളെ കണ്ടിട്ട് മനസ്സിലായില്ല. സുമേ, ലതേ, അയ്മുട്ടി. ഞങ്ങളെയൊന്നും ഓർക്കുന്നില്ല, ഒരു എഴുത്തുമില്ല, ഒരു ഫോൺ പോലും ചെയ്യാറുമില്ല. ഡോക്ടർക്ക് എവിടെ ഇതിനൊക്കെ സമയം? മമ്മി, ഡാഡി, ഇത് ആശുപത്രി ഓണർ കുമാരൻ തമ്പി. മാധവൻ തമ്പി. ഓ, മാധവൻ തമ്പി. ഞങ്ങൾ വേണ്ടതുപോലെ പരിചയപ്പെട്ടു. ഡോക്ടർ ഡ്യൂട്ടിയിലല്ലേ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട, അവർക്ക് പോകാൻ തിരക്ക് കാണും. തിരക്കില്ല, ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. അപ്പോഴോ? അയ്മുട്ടി, ഇറങ്ങാൻ നേരത്തെ കാറ് കേടായി, പിന്നെ ഞങ്ങൾ ലോറിയിൽ അല്ല ബസ്സിലാണ് വന്നത്. ഡോക്ടറെ, എല്ലാം ഒരു നിമിത്തമായിട്ടാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഡാഡിയും മമ്മി ഇന്നിവിടെ എത്തിച്ചേരുവോ? വന്നാട്ടെ, ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അത് വേണ്ട. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. വന്നാട്ടെ. നമുക്ക് വൈകിട്ട് കാണാം. അങ്ങോട്ട് കേറ്, കേറ്, വേഗം കേറ്. ഞാൻ പറഞ്ഞു. ചേച്ചി, മക്കളെ കയറി. മോനെ, നീ വേഗം വരണേ. ഓക്കേ, സാർ. എന്നെ പിടിച്ചൊരു മുറിക്കകത്തിട്ട് പൂട്ടി. കഞ്ഞിവെള്ളം പോലും തന്നില്ല. ഒടുക്കം അലക്ക് കമ്പനിയിൽ നിന്ന് വാടക കൂടെ തുണി ഒപ്പിച്ചു. എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായില്ല രാജഗോപാല. സാരമില്ല, ഇന്നുകൊണ്ടെല്ലാം തീരുമല്ലോ. അച്ഛനെ വെല്ലിട്ട് വന്നു. നിങ്ങൾക്കെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? പറഞ്ഞൂടായിരുന്നു? ഞാനിവിടെ നാട്ടുകാരെയും പോലീസിനെയും പേടിച്ച് കള്ളപ്പണിയാന്ന് അറിഞ്ഞിട്ടും അതിഥികളായിട്ട് വന്നിരിക്കുന്നു. മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാൻ ദ്രോഹികൾ. എല്ലാ കാര്യവും വല്യേട്ടൻ അറിയാവുന്നല്ലേ? മിണ്ടി പോകരുത്. മോനെ, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞാണല്ലോ എന്നെ അന്വേഷിക്കരുതെന്ന്. ഞാൻ നിങ്ങളുടെ ആരുമല്ല, ഇറങ്ങിപ്പോണം. 1 മാസത്തിനകം ദാമുവേട്ടൻ ഓഫീസിൽ നടത്തിയ തിരിമറി പിടിക്കപ്പെടും. മാലതി ഇടത്തി പറഞ്ഞെന്താണെന്നറിയോ? ദാമുവേട്ടൻ ആരുടെയും മുമ്പിൽ ഇന്നുവരെ തല കുനിച്ചിട്ടില്ല. പിടിക്കപ്പെടുന്നതിന് മുമ്പ് രൂപ ഏർപ്പാടാക്കിയില്ലെങ്കിൽ കൂട്ടമരണമേ നിവർത്തിയുള്ളൂ. ദാമുവേട്ടനും മാലതിയേട്ടത്തെയും 3 മക്കളും. അന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ ഞാൻ. അപ്പൊ ഞങ്ങളൊന്നും നിന്റെ ആരുമല്ലേ രാജാ? അതൊന്നും ഇപ്പൊ എന്റെ തലയിലില്ല. അമ്മ മരിച്ചതിൽ പിന്നെ മാലതിയേട്ടത്തെയായിരുന്നു എന്റെ അമ്മ. അച്ഛൻ അന്നും കള്ളം കുടിച്ച് നടക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ നിങ്ങളെ കെട്ടുകയും ചെയ്തു. ഭാര്യയുടെ അനിയനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ദാമോട്ടൻ ഇല്ല. ഒടുവിൽ ഞാൻ കേസിൽപ്പെട്ട് ജയിലിലായപ്പം എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ദാമോട്ടൻ പണം തിരിമറി നടത്തിയത്. ദാമു നിന്റെ ചേച്ചിയെ കെട്ടുന്നതിന് മുൻപ് നിന്നെ ആരാ പൂച്ചിയത്? ആ കണക്കൊന്നും ഇപ്പൊ പറയണ്ട. ഞാൻ ലോക്കപ്പിലായിരുന്നപ്പം എന്റെ മകൻ കാരണം എന്റെ മാനം പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുന്ന കള്ളിന്റെ അളവ് കൂട്ടിയതല്ലാതെ അച്ഛൻ എനിക്ക് വേണ്ടി എന്തു ചെയ്തു? എന്നെ വന്നൊന്ന് കാണാൻ പോലും കൂട്ടാക്കിയോ? ദണ്ണ ഉണ്ടച്ചാ, അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നല്ല ദണ്ണ ഉണ്ട്. ആ പോട്ടെ, നമുക്ക് കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് രാജാ. ഇപ്പോഴത്തെ കാര്യം സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കണ്ട. എല്ലാവരും എത്രയും വേഗം ഇവിടുന്ന് കാലിയാക്കണം, അത്രേ വേണ്ടു. അലക്ക് കമ്പനി തുണി എടുത്തോണ്ട് വന്നിരിക്കുക. എന്തൊക്കെ ആയാലും ഞാൻ നിന്റെ അച്ഛനല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നിന്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ എനിക്കല്ല മറ്റാർക്കല്ല മോശം. എന്റെ എന്ത് കാര്യം? അങ്ങനെ ചോദിക്ക്. ഞങ്ങളെല്ലാം സംസാരിച്ചു. നിന്റെ തമ്പി സാറിന്റെ മോളുടെയും കല്യാണം ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചു. നിങ്ങൾക്കൊന്നും നാണവും മാനവും അല്പം പോലും ഇല്ലേ? ലണ്ടനിൽ നിന്ന് FRCS പാസ്സായ ഒരു പെൺകുട്ടിയെ വ്യാജ ഡോക്ടറായ ഞാൻ കല്യാണം കഴിക്കാനോ? എന്താ നിങ്ങളുടെയൊക്കെ ധാരണ?
അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു തുക കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഇവിടെ സ്ഥലം വിടും, അറിയൂ? ഞാൻ എന്തൊക്കെയോ കണക്ക് കൂട്ടി. അങ്ങേര് തരുന്ന സ്ത്രീധന തുക കൊണ്ട് എന്റെ കൊച്ചുങ്ങൾക്കും ഒരു മേൽഗതി ഉണ്ടാവുമല്ലോ എന്ന് ആശിച്ചു. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ശരിയാ രാജ, ലതയും സുമയും നിന്റെ ആരും അല്ലല്ലോ. അവരെ പ്രസവിച്ച് ഞാനായി പോയില്ലേ? അതൊന്നും പറയണ്ട, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. നീ ചിന്തിച്ചു. ചിന്തിച്ചെങ്കിൽ ചിന്തിച്ച് ഇപ്പൊ എന്താ വേണ്ടത്? ഏതായാലും നീ ഈ കള്ളവേഷം കെട്ടി, എങ്കിൽ പിന്നെ അത് മുഴുവനായിട്ട് അങ്ങോട്ട് ആടിക്കൂടെ നിനക്ക്? ഈ സ്ത്രീധനത്തുക കിട്ടിയ മാലതിയുടെ പ്രശ്നവും നിന്റെ ഈ അനിയത്തിമാരുടെ പ്രശ്നം എല്ലാം അങ്ങോട്ട് പരിഹരിച്ചൂടെ രാജ? സ്ത്രീധന തുക വാങ്ങിച്ച് ആരാ കെട്ടുന്നത്? അച്ഛനാണോ? അവർക്ക് എന്നല്ലല്ലോ ആവശ്യം, ഇഷ്ടം പോലെ പണമുള്ള പാർട്ടീസ് അല്ലേ. എടോ കെട്ടുന്നില്ല, കെട്ടണ്ട. കെട്ടാന്ന് പറഞ്ഞാൽ കാശ് ഇങ്ങോട്ട് കൈക്കിലാക്കിയ അത് ഇപ്പൊ നീ ചെയ്യുന്നതിനേക്കാൾ വലിയ രക്ഷമല്ലല്ലോ. സത്യമായിട്ട് അച്ഛൻ എന്റെ അച്ഛൻ തന്നെ. അങ്ങനെ വല്ല മോഹവും മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ നുള്ളി കളഞ്ഞേക്ക്. ഏതായാലും ഞങ്ങൾ നാളെ നാട്ടിലേക്ക് പോവാ. അവിടെ ചെന്നിട്ട് പെമ്പിള്ളേരുടെ കല്യാണ കാര്യം നിശ്ചയിക്കും. നീ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ. മടുത്തു വല്യേട്ടാ. കാര്യം നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ. പക്ഷേ ഏത് രീതിയിലും പണം കിട്ടണമെന്നുള്ള ചിന്തയെ അവർക്കുള്ളൂ. എന്തായാലും വല്യേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യണ്ട. എന്തും അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വേണ്ട, എല്ലാവരും എന്റെ നെഞ്ചിൽ ചവിട്ടി രക്ഷപ്പെട്ടുള്ളൂ. ഇനി FRCSകാരുടെ ഭർത്താവുക. ഭഗവാനെ, ഇതെവിടെ ചെന്ന് അവസാനിക്കും? രാഘവ, മാധവി, എല്ലാരും പെട്ടെന്ന് വാ. ഹായ് നന്ദിനി. ഹലോ ദേവേട്ടൻ. ഇതെന്താ ഇങ്ങനൊരു വേഷം? അത് ഒരു രസം. ആശുപത്രിയിലെ ഭയങ്കരമായ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടൻ ഞാൻ എപ്പോഴും പാൻസിന്റെ മേലെ ഇങ്ങനെ ഒരു കൈലി എടുത്ത് കൊടുക്കും. അതെന്തിനാ? മാറ്റണോ? മാറ്റാം. അമ്മ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാനും എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? പറയാൻ വേണ്ടി ഞാൻ തന്നെ മുറി വന്നായിരുന്നു. അപ്പൊ നീ കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിന് മുമ്പ് പറയായിരുന്നില്ലേ? അല്ല, അപ്പൊ ഞാൻ കുളിക്കുകയായിരുന്നു. അല്ല, എന്റെ കുളി കഴിഞ്ഞപ്പോഴല്ലേ അമ്മാവൻ കുളിച്ചത്? അല്ല, നിന്റെ കുളിക്ക് ശേഷം കുളിച്ചത് നിന്റെ അമ്മായിയായിരുന്നു. അല്ലല്ലല്ല, ഞങ്ങളുടെ കുളിക്ക് മുൻപായിട്ടല്ല അമ്മാവൻ കുളിച്ചത്. എന്റെ കുളിയും അമ്മാവന്റെ കുളിയും നടക്കുന്നതിന് മുൻപായിട്ട് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും കുളിച്ചോ എന്നുള്ളതാണ്. എന്തോന്നാ ദേവേട്ട ഇത്? കുളി കോമ്പറ്റീഷനോ? ഈ ദേവേട്ടന് ഒരു മാറ്റമില്ലല്ലേ? പഴയതുപോലെ തന്നെ. ആ, നിങ്ങളുടെ കുളി ഡിസ്കഷൻ നടക്കട്ടെ. അതിനിടയ്ക്ക് എനിക്ക് ഏതായാലും ഒന്ന് കുളിക്കണം. അല്ല മഹാദേവ, പിന്നെ ഈ കാറും ഷെഡിലിട്ടേരെ. യെസ്, ഡോക്ടർ രാജഗോപാൽ ഹിയർ. തമ്പി സാർ. എന്താ സാർ? പിന്നെ എന്റെ മോളുണ്ടല്ലോ, നന്ദിനി, FRCS, അവൾ ലണ്ടനിൽ നിന്ന് വന്നു. ഇന്ന് അത്താഴം നമുക്ക് ഒരുമിച്ചാവാം. കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാവാം. അല്ല, അതിപ്പോ ഇവിടുത്തെ തിരക്ക് സാറിന് അറിയാമല്ലോ. ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല. രോഗികൾക്ക് പരമാവധി സേവനം കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ഡോക്ടറുടെ കടമ. വേണ്ട വേണ്ട വേണ്ട, ഒഴിവുകാരി ഒന്നും പറയണ്ട. രാത്രി അരമണിക്കൂർ മാറി നിന്ന് വെച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അതിനിടെ വല്ല രോഗികളും ചാകുകയാണെങ്കിൽ അങ്ങോട്ട് ചാകട്ടെ. കൊല്ല പിന്നെ ഡോക്ടർ വരണം. ശരി, വെക്കട്ടെ. സാവിത്രി, ഗംഭീരമായ അത്താഴം ഇന്ന് റെഡിയാക്കിക്കോ. രാത്രി ഡോക്ടർ വരും. കല്യാണക്കാരി ഇന്ന് തന്നെ നമുക്ക് തീരുമാനിക്കണം. അവിടെ ആര്? ആ മഹാദേവൻ. ഡോക്ടർ വരുമ്പം അവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം. ശല്യം. മഹാദേവാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മാവൻ പൊയ്ക്കോ. അമ്മാവൻ പൊയ്ക്കോ. നന്ദിനി ഇപ്പൊ വരും. എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. പോകൂ. പിന്നെ കുളി കഴിഞ്ഞ് ഗാർഡനിൽ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആണോ? അതെ. അപ്പൊ ഞാൻ വന്ന് എത്ര നന്നായി. എന്താ അമ്മാവ?
ഇപ്പൊ നീ സംസാരിച്ചാൽ ആകെ കുളമാകും മഹാദേവ. ഇന്നലെ നിന്നെ പുകഴ്ത്തി ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി, ഫലം ഉണ്ടായില്ല. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ സ്ഥലം വിട്ടു. എന്തിന്? പട്ടണത്തിൽ പോയി ഒരു സിനിമ കണ്ടേച്ചു വാ. ഒരു പുതിയ ഹിന്ദി സിനിമ കളിക്കുന്നുണ്ടല്ലോ, ദീവാലി ചാവാലി ദിൽബലിഹും. ദുൽഹനിയ ലേ ജായെങ്ക അതാണ്? അത് തന്നെ. അതിന്റെ കഥ അറിയാവോ നിനക്ക്? അറിയില്ല. ആ, ഇതാ അതിന്റെ കുഴപ്പം. അതിന്റെ കഥ ഞാൻ പത്രത്തിൽ വായിച്ചതാ. ഓഹോ. നന്ദിനിയെ പോലെ ലണ്ടനിൽ പഠിച്ച നായിക, അവളെ വശത്താക്കാൻ 18 അടവും പ്രയോഗിക്കുന്ന നായകൻ. അതിൽ 18 പഠിക്കണമെന്നൊന്നുമില്ല, ഒരു 4-5 അടവെങ്കിലും പഠിക്കാതെ ഇനി നീ അതിനോട് സംസാരിക്കണ്ട, അത് അപകടമാ. അച്ഛനിൽ സിനിമ കണ്ടേച്ചുവാ. അത് എങ്കിൽ ഞാൻ നന്ദിനിയെ കൂടി വിളിക്കാം. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ കണ്ടിട്ട് ഒരുപാട് നാളായി അമ്മാവ. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവൾ ആ സിനിമ കണ്ടാൽ നീ പ്രയോഗിക്കുന്ന അടവെല്ലാം സിനിമയെന്ന് കണ്ടുപഠിച്ചാണെന്ന് അവക്ക് മനസ്സിലാവില്ലേ? ഓ, കറക്റ്റ് കറക്റ്റ്. വിട്ടോ, സ്ഥലം വിട്ടോ. രൂപ എന്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് അമ്മാവരിന്ന് നന്ദിനിക്ക് കൊടുക്കണം. ഇത് നന്ദിനിക്ക് ഞാൻ കൊടുക്കണം. കൊടുക്കണം. കൊടുക്കാം. ഓ, എന്റെ ദൈവമേ, ഇത് ആരായി വന്നിരിക്കുന്നേ? സാവിത്രി, നന്ദിനി, ഡോക്ടർ വന്നു. വാ, ഞാൻ കേറുന്നില്ല, നിർബന്ധിച്ചതുകൊണ്ട് വന്നു എന്ന് മാത്രം. ഒരു ആസ്മ പേഷ്യന്റ് അവിടെ ശ്വാസം മുട്ടി കിടക്കുകയാണ്. ഓ, ആസ്മാ രോഗി പിന്നെയും വന്നോ? അവന്റെ ബന്ധു കൂടെയുണ്ടോ? നല്ല തടിമുടുക്കുള്ള ഒരു മാന്യൻ. ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ? ഏയ് ഒന്നുമില്ല, ഇവിടം വരെ വന്നിട്ട് കേറാതെ പോകാനോ? നന്ദിനി എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. വന്നാട്ടെ. ഓക്കെ, പക്ഷെ സംസാരിക്കാനൊന്നും സമയമില്ല. ഓ പിന്നെ വാ ഡോക്ടർ. ഓ, ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണോ ഒന്ന് വരാൻ തോന്നിയത്? ആ മോളെ, ഇത് ആരാണോ നോക്കിയേ? ഞാൻ പറഞ്ഞപ്പോ ഡോക്ടർ കാഴ്ചക്ക് ഇത്രയും സുന്ദരനാണെന്ന് നീ ധരിച്ചിട്ടുണ്ടാവില്ലല്ലേ? പ്ലീസ് ടു മീറ്റ് യു ഡോക്ടർ. ഹലോ. ഇരിക്കു ഡോക്ടറെ. മോളെ, അമ്മ എവിടെ? സാവിത്രിയെ ഒന്ന് വന്നിട്ട് പോയേ. ആ, എന്താ മോളെ നീ ഡോക്ടറോട് സംസാരിക്കാത്തത്? അല്ല, ആസ്മ രോഗി. ഓ പിന്നെ ഒരു ആസ്മാ രോഗി. ഏത് ആസ്മാ രോഗി? അത് ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ഒരു ആസ്മ രോഗിക്ക് ശ്വാസം മുട്ടലായിരുന്നു. ഓഹോ, എന്നിട്ട് എന്ത് മരുന്ന് കൊടുത്തു? അത് മരുന്നൊന്നും കൊടുത്തില്ല. കൊടുത്തില്ലേ? ഇല്ല. ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണെങ്കിൽ മരുന്ന് കൊടുക്കാതെ എങ്ങനെയാ? അത് മിക്ക രോഗങ്ങൾക്ക് ഞാൻ മരുന്ന് കൊടുക്കാറില്ല, അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ മരുന്ന് കൊടുക്കാതെ പല മരുന്നുകളുടെ പേര് പോലും ഞാൻ മറന്നുപോയി. What do you mean? വിളിച്ചോ? പിന്നെ വിളിക്കാതെ. നമ്മുടെ സുന്ദരനായ ഡോക്ടറെ നീ കണ്ടിട്ടില്ലല്ലോ? കണ്ടു, കണ്ണ് നിറയെ കണ്ടു. അച്ഛൻ എന്തിനാ ഇദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് സുന്ദരനായ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഡോക്ടർ സുന്ദരനായതുകൊണ്ട്. പൊടി. പിന്നെ സാവിത്രി, കൂട്ടൊക്കെ പെട്ടെന്ന് എടുത്ത് വെച്ചോ. നിങ്ങൾ ഡോക്ടർമാരായി, ഡോക്ടർമാരെ പാടായി. അവർ സംസാരിക്കട്ടെ, നമ്മളിവിടെ നിൽക്കണ്ട. അല്ല, ആസ്മ പേഷ്യന്റ്. ആസ്മ പേഷ്യന്റ് പടിയായി. ഡോക്ടർ അവിടെ ഇരുന്നേ. സംസാരിച്ചു. മരുന്ന് കൊടുക്കാതെ രോഗം മാറ്റുന്നത് എങ്ങനെ ഡോക്ടർ? സാധിക്കും, ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. എനിക്കും മനസ്സിലായി വരുന്നതേ ഉള്ളൂ. മിക്ക രോഗങ്ങളെയും ഞാൻ സമീപിക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടാണ്. പേഷ്യൻസിന്റെ സൈക്കോളജി, അതിന്റെ കൂടി വല്ലപ്പോഴും ഇത്തിരി അലോപ്പതി. അലോപ്പതി സൈക്കോളജി, സൈക്കോളജി അലോപ്പതി, അതാണ് എന്റെ രീതി. അച്ഛൻ എവിടെ? ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത്? ഈ രക്തവാദം കൊണ്ടുണ്ടാവുന്ന ഒരു വ്രണമില്ല, ഉവ്വ്. അനാസിൻ ഗുളിക കൊടുത്ത് ഞാൻ ഭേദപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെത്തൽ. എല്ലാം ഇവിടെയുണ്ട്, നമ്മൾ കണ്ടെത്തണം. ആഫ്രിക്കയിലെ ബറൂണ്ടി മലയുടെ കീഴിൽ കൊങ്കോമ എന്ന ആദിവാസികൾക്ക് അറിയാവുന്ന ഒരു പച്ചലയുണ്ട്. ആ ഇല ക്യാൻസറിനെ പരിപൂർണമായി ഭേദപ്പെടുത്തും. No, it's impossible. Yes, it is possible. വെനിസ്വേലയിലെ ഗ്രാമീണർ നമ്മുടെ ഈ കറിക്കത്തി ഉപയോഗിച്ച് ഹൃദയ ശസ്ത്രക്രിയ നടത്തും. I can't believe all these things. You have to. മിസ് നന്ദിനി പഠിച്ചത് തിയറി, ഞാൻ പറയുന്ന റിയാലിറ്റി ഇൻ പ്രാക്ടീസ്. ഡോക്ടർ എന്നെ ഒരു ഫൂളാക്കാനുള്ള ശ്രമമാണോ? അതുകൊണ്ട് എനിക്കുള്ള നേട്ടം മിസ് നന്ദിനി ഒന്ന് മനസ്സിലാക്കണം. FRCS വലിയ പഠിത്തമായിരിക്കും, പക്ഷേ 3-4 ലോക രാഷ്ട്രങ്ങളിലുള്ള അത്രയും വിവിധ തരം രോഗങ്ങൾ ലണ്ടനിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അത്രയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കില്ല. അറിഞ്ഞുകൂടാത്തതിനെല്ലാം ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് വിവരക്കേടാണ്. മനസ്സിലായോ? I'm sorry, doctor. It is all right. എന്തോ രോഗം മരുന്ന് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇമോഷണലായി പോകും. I am also sorry. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. എനിക്കറിയാത്തതൊക്കെ ഇല്ലാത്താണെന്ന് ഞാൻ ധരിക്കുന്നത് തെറ്റാണ്. Anyhow, you're a well-informed genius. Thank you. ഞാനങ്ങോട്ട് വരുവാന്നേ. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങളോട് രണ്ടുപേരോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതെന്ത് കാര്യം അച്ഛാ? അത് പറയുമ്പോ കേട്ടോ? പറയട്ടെ? എനിക്ക് പറയൂ. പറഞ്ഞോട്ടെ. അതിനെന്താ?
എന്റെ ഒരേ ഒരു ആഗ്രഹമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഹൗസ്ഫുൾ. ഓ പോകുന്ന വഴിക്ക് ഒരു പൂച്ച കുറുകെ ചാടി. അപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും പ്രശ്നമാകുന്നു. ഡോക്ടറിന്റെ ആശുപത്രി പോകാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. ഞാനിവിടെ നിൽക്കില്ലേ, നിന്ന് കറങ്ങല്ലോ. കാഷ്വാലിറ്റിയിൽ ആരെങ്കിലും വന്നാൽ ഡോക്ടർ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് അറിയാലോ. ഡോക്ടർ അതോട്ട് വന്നല്ലേ മഹാദേവ. അവസാനമായിട്ടല്ലല്ലോ, അമ്മാവൻ അറിയില്ലേ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. ഓക്കെ ഓക്കെ മിസ് നന്ദിനി, ഞാൻ പോകുന്നു. നൈസ് മീറ്റിംഗ് യു ഡോക്ടർ. It's my ഓക്കെ pleasure. ഓക്കെ ഓക്കെ, ഭക്ഷണം വിളമ്പി ഞാൻ വെച്ചായിരുന്നു. കഴിച്ചോളാം. ഞാനിപ്പോ ഏതായാലും വന്നത് നന്നായി. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് നന്ദിനിക്ക് ബോധ്യപ്പെടാനൊരു അവസരം കിട്ടിയല്ലോ. എടാ ഫസ്റ്റ് ഷോ ഹൗസ്ഫുൾ ആയെന്ന് വെച്ച് നിനക്ക് സെക്കൻഡ് ഷോ ശ്രമിച്ചുകൂടായിരുന്നോ? ഇതാ നിന്റെ കുഴപ്പം. തിയേറ്ററിൽ ചെന്നപ്പോൾ നോട്ടീസും പാട്ടുപുസ്തകവും കിട്ടി, കഥാസാരം പിടികിട്ടി, നന്ദിനിയെ വശത്താക്കാനുള്ള ചില അടവുകൾ പഠിച്ചു. എനിക്ക് നല്ല വിശപ്പ്, അകത്തൊന്നും വല്ലോ കഴിയട്ടെ. സാവിത്രി, ആ മേശപ്പുറത്തിരിക്കുന്ന ആഹാരം എടുത്ത് ഫ്രിഡ്ജ് വെച്ചോ. മഹാദേവൻ വരുന്നുണ്ട്, കുറച്ച് കഞ്ഞി വിളമ്പിക്കോ. മുറി മുഴുവനും തിരക്കി. നീ മുറ്റത്തുള്ള കാര്യം ഞാൻ അറിഞ്ഞു. എന്താച്ചാ? എടി, നിന്നെ വിളിച്ചപ്പോ ഞാനാ ഫോൺ എടുത്തേ. എന്റെ ശബ്ദം കേട്ടതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരനൊന്ന് പരിങ്ങി. ആര്? ആ, ഒന്നും അറിയാൻ മേലാത്തതുപോലെ. എടി, നമ്മുടെ ഡോക്ടറെ, ഓ. ഡോക്ടർ രാജഗോപാൽ. ആ, നീ ഉടനെ ഹോസ്പിറ്റലിലോട്ടൊന്ന് ചെല്ലേ. എന്തിന്? അതെനിക്കങ്ങനെ അറിയാം. രണ്ടുപേരും ഡോക്ടർമാരാകുമ്പോ തമ്മി എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കാണും. രോഗത്തെ പറ്റി, രോഗികളെ പറ്റി, ഇതുപോലെ എനിക്കറിയാവും. ആ ചെല്ലി അങ്ങനെയോടെ നിന്നെയും കാത്തിരിക്കുക. പിന്നെ ഞാനെല്ലാം സൂചിപ്പിച്ച കാര്യത്തെ പറ്റിയും പുള്ളിക്കാരൻ വല്ലതും പറയാനുണ്ടെങ്കിലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. നീ ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി. ചെല്ലേ, ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറിക്കാൻ മോളെ. ആ ചെല്ലു മോളെ, ചെല്ല്. ഹലോ, ഇത് ഞാനാ, തമ്പി മുതലാളിയാ. അല്ലല്ല, നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ബന്ധം അല്ലല്ലോ. അതെ, എന്റെ മോക്ക് ഉടനെ ഡോക്ടറെ ഒന്ന് കാണണമെന്ന്. ഓ, ഒന്നും അറിയാൻ മേലാത്ത പോലെ. രണ്ടുപേരും ഡോക്ടർമാരാകുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കാണും. രോഗത്തെ പറ്റി, രോഗിയെ പറ്റി, ഇതുവല്ല എനിക്കറിയാവോ. ഇവിടെ ഇപ്പൊ പേഷ്യൻസിന്റെ തിരക്കാണ്. അവള് പുറപ്പെട്ട് കഴിഞ്ഞു. ആ, നെഞ്ചരിച്ചില്ലല്ലേ? ഒരു കാര്യം ചെയ്യും, എരിവും പുളിയും തൽക്കാലം ഒഴിവാക്ക്. എണ്ണയും അധികം വേണ്ട. 2 ദിവസം മരുന്ന് കഴിക്കും. എന്നിട്ടും നെഞ്ചരിച്ചിൽ മാറുന്നില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ. ശരി, ആ, ചെന്നാട്ടെ വരട്ടെ. ഓ, എന്തൊരു വിരോധാഭാസം. ഒരു നെഞ്ചരിച്ചിരികാരൻ മറ്റൊരു നെഞ്ചരിച്ചിരികാരനെ കാണാൻ വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? ജെലിയൂസിൽ സിറപ്പ് കൊടുത്താലോ? വേണ്ടല്ലേ? വേറെ ഏതെങ്കിലും മരുന്ന് ഉണ്ടോ? എനിക്കറിയില്ല. ഇനി ഇടം തടിച്ച് നിൽക്കല്ലേ നിർമ്മലേ. ഒരു സമ്മേളനത്തിനുള്ള അത്രയും രോഗികൾ പുറത്തു നിൽപ്പുണ്ട്. ഈ നശിച്ചോമാർക്ക് പോകാൻ വേറെ ഒരു ആശുപത്രിയില്ല എന്റെ ഈശ്വര. അവർക്ക് കൈപ്പുണ്യമുള്ള ഡോക്ടർ മതിയല്ലോ. നല്ല പെരുമാറ്റം, വിദഗ്ധ ചികിത്സ, തമാശയുടെ വീക്ക്നെസ് നല്ലതുപോലെയുള്ള ആളാണ് ഈശ്വരൻ എന്ന് തോന്നുന്നു. ആയിരിക്കണം. നിർമ്മല എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ആ എരപ്പാളി തമ്പിയുടെ മോളുണ്ടല്ലോ, ലണ്ടൻകാരി എവാർച്ചിയസ്, അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. അവള് വന്നു പോകുന്നവരെ ഒരാളെ ഇങ്ങോട്ട് കടത്തി വിടരുത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവൾക്ക് പിടികൊടുക്കരുതല്ലോ. പ്ലീസ് ഒന്ന് മാനേജ് ചെയ്യണം. അവള് വന്നെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ, ഡോക്ടർ രാജഗോപാൽ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ, ഗുഡ് മോർണിംഗ്. വരൂ. പുറത്ത് നല്ല ആൾക്കൂട്ടം ഉണ്ടല്ലോ. ഈ തിരക്കിനിടയിൽ സംസാരിക്കാൻ. ആ, എന്തൊക്കെയുണ്ട് വിശേഷം നിർമ്മലേ? ഇന്നലെ വന്നെന്നറിഞ്ഞു. കോഴ്സ് കഴിഞ്ഞല്ലേ? കഴിഞ്ഞോന്ന് പറയാം. സുഖാണോ? പരമസുഖം. ആ, ഞാനും പര ഡോക്ടറാ. ഈ ഡോക്ടർ എനിക്കിവിടെ ഒരുപാട് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഒട്ടുമിക്ക രോഗങ്ങളെ പറ്റിയും അതിനെ പറ്റിയ മരുന്നുകളെ പറ്റിയും നല്ലപോലെ പറഞ്ഞു തരുന്നുണ്ട്. Is it? He is really great. ഇന്നലെ സംസാരിച്ചപ്പോ എനിക്കത് ശരിക്കും ബോധ്യായി. അലോപ്പതി സൈക്കോളജി കമ്പൈൻ ചെയ്ത് ഒരു പ്രത്യേക രീതി തന്നെ ഡോക്ടർ കണ്ടെത്തിയിരിക്കല്ലേ? അതെ. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, ഞാൻ വരാം. ഇരിക്കൂ. ആ, എന്താണ് ഡോക്ടർക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? അല്ല, അച്ഛൻ പറഞ്ഞു. അതെ, അച്ഛൻ പറഞ്ഞു. അല്ലല്ല, ഞാനാ പറഞ്ഞത്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ലണ്ടനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, FRCS അല്ലല്ല MRCP, ഓ, ഒരു ഡോക്ടർ കൊച്ചിപ്പൻ. അവനെ പറ്റി ചോദിക്കാനായിരുന്നു. കണ്ടോ? അവനെ അവിടെ വെച്ച് കണ്ടോ? കൊച്ചിപ്പനോ? അതാരാ? അപ്പൊ കണ്ടില്ല. ഇതാണോ
അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞത്? ഇത് ഫോണിൽ കൂടെ തന്നെ സംസാരിക്കായിരുന്നല്ലോ. ആകാമായിരുന്നു. അതോ വേറെ വല്ല സംസാരിക്കാനുള്ള മുഖവരിയാണോ ഇത്? എന്ത് മുഖവര? അച്ഛൻ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? നമ്മൾ തമ്മിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അത്രേ. ഞാനത് കേട്ട് ചിരിച്ചുപോയി. സ്വന്തം അച്ഛനെ പരിഹസിക്കാൻ പാടില്ലായിരിക്കാം. ബട്ട് ഈസ് റിയലി ഫണ്ണി. എങ്ങനെയുണ്ട് ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കാൻ? എനിക്ക് മനസ്സിലായില്ല. ഞാനെന്താ അത്രയ്ക്ക് മോശമാണ്? ഇന്നലെയല്ലേ നമ്മൾ പരിചയപ്പെട്ടത്? അതുകൊണ്ട് ഒരു ദിവസത്തെ പരിചയം വെച്ചോണ്ട് ഓക്കെ ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കാം എന്ന് പറയാനൊക്കോ? ശരിയാണ്, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഡോക്ടറോട് ബഹുമാനമുണ്ട്. എന്ന് വെച്ച് പരസ്പരം അറിയാതെയും മനസ്സിലാക്കാതെയും അതെന്തൊരു കല്യാണമായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ ഡോക്ടർ. പക്ഷെ പ്രായപൂർത്തിയായ ഒരു മകളെ കുറിച്ചുള്ള അച്ഛനമ്മമാരുടെ വേവലാതി നമ്മൾ മനസ്സിലാക്കണ്ടേ? അല്ല, നന്ദിനി പറഞ്ഞാണ് ശരി. ഒരു വിവാഹത്തിന്റെ കാര്യമാവുമ്പം എല്ലാം നന്ദിനിയുടെ ഇഷ്ടം. There you are. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവൾ ലണ്ടനിൽ നിന്ന് വന്ന പെണ്ണല്ലേ? നമ്മളെ പോലെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ടോ? അവിടെയൊക്കെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മടിയിൽ കയറിയിരിക്കും, കവളത്തുന്നുള്ളും. അതൊക്കെ സർവ്വസാധാരണമല്ലേ? എങ്കിൽ അവളെന്താ എന്റെ മടി കയറിയിരിക്കാത്തത്, കവളത്ത് നുള്ളാത്തത്? എന്റെ കവളും മടി ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാണല്ലോ. അതെ, അവൾ അറിഞ്ഞു കാണത്തില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അങ്ങനെയൊക്കെ നിന്റെ അടുത്ത് കാണിക്കണമെന്ന് അവൾക്ക് കൂടെ തോന്നണ്ടേ? അതെന്താ തോന്നാത്തത്? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. എടാ, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ പ്രമാണത്തിലൊപ്പെടെന്ന്. എടാ, ഈ സ്വത്ത് മുഴുവൻ അവിടെ വരുന്ന എഴുതി വെച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ കവളത്തുകൊണ്ടുകയല്ല നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചേനെ. ആ ഒപ്പിടാൻ നേരത്ത് പല്ല് ചലച്ചു, പട്ടി കുറച്ചെന്നൊക്കെ പറഞ്ഞ് നീ മടിച്ചതല്ലേ കുഴപ്പമായത്. ഒപ്പിട്ടാലെല്ലാം നേരെയാവുമെന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? എനിക്കുറപ്പാ. എങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞു. നേരോ? സാവിത്രി, എടി സാവിത്രി, ഇത് എപ്പോ ഒപ്പിട്ടു? നന്ദിനി ലണ്ടനിൽ നിന്ന് വന്നാണ്. ആ രാത്രിയിൽ ഞാൻ ഉറങ്ങിയില്ല. ആ നിലാവുള്ള രാത്രിയിലെ 3-ാം യാമത്തിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ. അപ്പോൾ പല്ലികൾ ചിലച്ചിരുന്നില്ല, കാലൻ കോഴികൾ കൂവിയിരുന്നില്ല. സത്കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം. ഞാൻ പ്രമാണെടുത്ത് ഒപ്പിട്ടു. പക്ഷെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ ഒത്തില്ല. പലപ്പോഴും രാഹുകാലം, യമകണ്ഠകാലം തുടങ്ങിയ തടസ്സങ്ങൾ. സാവിത്രി, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പ്രമാണത്തിൽ മഹാദേവൻ ഒപ്പിട്ടിരിക്കുന്നു. മഹാദേവ, അത് വേണായിരുന്നോ? സാവിത്രി, ഇത്രയും നാളത്തെ എന്റെ കാത്തിരിപ്പ് വെറുതെയായില്ല. ഇനി എത്രയും പെട്ടെന്ന് കല്യാണ തീയതി നിശ്ചയിക്കാം. അമ്മാവാ, അമ്മാവാ. എന്താ എന്തിനുള്ള പുറപ്പാടാന്ന്? കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ കാവടി എടുത്ത് 51 വീട് കയറി തെണ്ടിക്കോളാമെന്ന് നേർച്ചയുണ്ടായിരുന്നേ. കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടോ? താൻ വൈകാതെ ഡ്യൂട്ടിക്ക് പോ. ഹര ഹര ഹരോ ഹര. ഹര ഹര ഹരോ ഹര ഹര ഹരോ ഹര. ഹര ഹരോ ഹര ഹരോ ഹര ഹരോ. അമ്മാവാ, അയ്യോ, നീയായിരുന്നോ? എനിക്ക് നിലക്കോട് മനസ്സിലായില്ല. എന്താണ് ഈ വേഷത്തിൽ? ഞാനുമായി കല്യാണം തീരുമാനിക്കാൻ പോകുന്ന നന്ദിനി അവന്റെ കൂടെ ആ ഡോക്ടറുടെ കൂടെ അയച്ചത് വല്ലവർ കണ്ട എന്ത് വിചാരിക്കും? ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും ഒന്നും വിചാരിക്കാനില്ല. കല്യാണം തീരുമാനിച്ചവന്റെ കൂടെ തന്നെ അവളെ വിട്ടു. ഞാൻ അവളോടാകുന്നതും പറഞ്ഞു നോക്കിയട മഹാദേവ. എന്ത് ചെയ്യാം? അവക്ക് നിന്നെ വേണ്ടെന്ന്. ഡോക്ടറെ അവൾക്ക് ഇഷ്ടപ്പെട്ടു പോയത്രേ. ഞാൻ അവളെ തല്ലി. നീ ഒപ്പിട്ട പ്രമാണം കാണിച്ചു കൊടുത്തു. അവൾ എന്ത് ചെയ്തെന്നോ ആ പ്രമാണം എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ട് പറയുക, ദേവന്റെ സ്വത്ത് എനിക്ക് വേണം, പക്ഷെ എന്റെ ഭർത്താവ് ഡോക്ടറായിരിക്കുമെന്ന്. അത് കേട്ടെന്നെ നെഞ്ച് തകർന്നു പോയടാ. ഇനി ഇപ്പൊ ഒരു രക്ഷയില്ല. എനിക്ക് കൂടുതൽ പറയാൻ പറ്റുമോ? ലണ്ടനിൽ പഠിച്ച പെണ്ണല്ലേ? സാരമില്ലടാ,
നമുക്ക് വേറെ കെട്ടാം. ഇവള് മാത്രമല്ലല്ലോ നാട്ടിലൊരു പെണ്ണ്. ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് നല്ല കിളി കിളി പോലത്തെ ഒരു പെണ്ണിനെ അമ്മാവൻ ഏർപ്പാടാക്കി തരും. ആ സത്യം. എന്താ? എല്ലാം ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നിട്ടും ഡോക്ടർക്ക് ഞാൻ ദ്രോഹം വല്ലതും ചെയ്തു. എന്താ അങ്ങനെ ചോദിക്കാൻ? നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഈ ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങൾ കിട്ടുമല്ലോ. ഒരേ ഒരു നന്ദിനിയെ മാത്രം എനിക്ക് വിട്ടു തന്നൂടെ? ഓ അതാണോ? ഞാനിപ്പോ കുറച്ച് ബിസിയാ. കുറച്ച് മെഡിക്കൽ ബുള്ളറ്റിനുകൾ റെഫർ ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ല. ഛേ, എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ ചെല്ല്, നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. എനിക്കിപ്പോ സംസാരിക്കണം. ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. അത്ര ഡോക്ടർ ഡോക്ടർ പ്ലീസ് പ്ലീസ് ഡോക്ടർ വാതിൽ തുറക്കേ. ഡോക്ടർ ഡോക്ടർ വാതിൽ തുറക്കട്ടെ പറയുന്നത്. അത്ഭുതപ്പെടാനില്ല. ഒരു കാല് കാണാനുണ്ട്. പെട്ടെന്ന് ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ സൂര്യനെ മറയ്ക്കും പോലെ കർമ്മദോഷത്തിന്റെ ഫലമായിട്ട് വിഘ്നങ്ങൾ ഉണ്ടായേ തീരൂ. കുംഭരാശിക്കാർക്ക് അനുകൂല കാലമാണെന്ന് കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞിരുന്നു. പെട്ടെന്നാണല്ലോ ധനുവും രാഹുവും ദിശ മാറിയത്. മാത്രവുമല്ല 3 സബ്ജാതങ്ങളുമായിട്ടാണ് മത്സരം. എന്തെങ്കിലും പ്രതിവിധി? സോമനാഥ ക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി നോക്കാവുന്നതാണ്. സോമനാഥ ക്ഷേത്രം എന്ന് വെച്ചാൽ അങ്ങ് ഗുജറാത്തിലോ? അതെ, അവിടം വരെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എല്ലാം കഴിയും. കഴിഞ്ഞേക്കാം. മറ്റൊരു പ്രതിവിധിയുമില്ല. ഇഷ്ടപ്പെടുന്നവർ തമ്മിലുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എനിക്കാണ് ഇഷ്ടം, അവനാണ് തടസ്സം നിൽക്കുന്നത്. എല്ലാ കാര്യവും ഇന്ന് വരെ ഇവിടെ ചോദിച്ചിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു ആപൽഘട്ടം വന്നപ്പോ എന്നെ ഇങ്ങനെ കൈയൊഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, നമുക്ക് എന്നെ പറ്റിക്കായിരുന്നു. അതെ, എന്തിനും പരിഹാരം ഉണ്ടാക്കാം. ഒന്നും പറയണ്ട. ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന പാൽനുര പാൽക്കുഴമ്പ് എന്നിവ ഉള്ളം കയ്യിലിട്ട് ചലച്ചുണ്ടാക്കിയ ഈ മരുന്ന് നിങ്ങൾ ചൂട്ടുവരെ കൊണ്ട് തോണ്ടിയെടുത്ത് അണ്ണാക്കിട്ട് ഒരു 3 കറക്ക് ടപ്ലിയു 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 എന്ന് സ്വരം കേട്ടാൽ സംശയിക്കേണ്ട സുഹൃത്തെ നിങ്ങളുടെ രോഗം നിശ്ചയിച്ചം മാറി. നോക്കണം സാർ, ഇതുപോലെ എന്റെ കയ്യിലിരിക്കുന്ന കട്ടുമ്പനെ ആനയാക്കാമാനെ പൂനയാക്കാം പൂനെ ചേനയാക്കാം. ഇത് മായമല്ല, ജാലമല്ല, മരുന്നിന്റെ മാറ്റൊരു ശക്തി മാത്രമാണ്. ആലപ്പിയടി മാലി കൊണ്ടോട്ടി കൊല്ലേണ്ട വിദേശ രാജ്യങ്ങൾ ചുറ്റിത്തച്ചാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ പറയുമ്പോ കളിയാണ് പൊളിയാണ് ചതിയാന്ന് അറിയില്ല സുഹൃത്തേക്കില്ല. പാറയിൽ മിളിയാ തെറിക്കുക, വെള്ളത്തിൽ മിളിയാൽ നുരമുങ്ങുക, ചില മൂന്ന് നീ നാവാട്, ഞാൻ മൂത്രം വെച്ചിട്ട് ഇപ്പൊ വരാം. നോക്കണം സാർ, ഇതിൽ മായമില്ല, മന്ത്രമില്ല, ജാലമില്ല. ആലപ്പി അടിമാലി കൊണ്ടുവന്ന ഒറ്റ നീരെടുത്ത് അതിന് സത്യം ഉണ്ടാക്കി എനിക്കിനി ഒന്നും നോക്കാനില്ല. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും. നീ കൊണ്ടുവന്ന ഡോക്ടർ എന്റെ ജീവിതം തൊലച്ചടാ, അറിയാവോ? എന്നെ ഒന്നും ചെയ്യരുത്. അവനൊരു വ്യാജ ഡോക്ടറാണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ത്? അറിഞ്ഞപ്പോ അവനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, അറിയാത്ത പണി ചെയ്ത് മനുഷ്യനെ കൊല്ലരുതെന്ന്. കേട്ടില്ല. എന്താ ഉണ്ടായത്? ആ വ്യാജനെ പോലീസ് പിടിച്ചോ? വ്യാജൻ? അത് ശരി. ഇന്നത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞോ ഡോക്ടർ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? ഇവിടെ അസൗകര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. ഡോക്ടർ എന്താ ഒന്നും മിണ്ടാത്തത്? ഓ, മനസ്സിലായി മനസ്സിലായി. നന്ദിനിയും ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ തടസ്സമാകുമോ എന്നുള്ള സംശയം അല്ലേ? ഇനി ആ സംശയം വേണ്ട. നന്ദിനിയെ ഡോക്ടർ തന്നെ വിവാഹം കഴിക്കണം. പിന്നീടാ ഞാൻ ആലോചിച്ചത്, ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. ലണ്ടനിൽ പഠിച്ച വനിതാ ഡോക്ടറും മണിപ്പാലിൽ പഠിച്ച പുരുഷ ഡോക്ടറും. നിങ്ങൾ തമ്മിൽ ഭയങ്കര ചേർച്ചയാ. ഈ കല്യാണം നമുക്ക് എവിടെ വെച്ച് നടത്താൻ? ക്ഷേത്രം മതിയോ അതോ കല്യാണ മണ്ഡപം വേണോ? കല്യാണത്തിന്റെ അന്ന് ഈ നാടൊന്ന് ഇളകി മറിയണം. അത് ഞാൻ ഇളക്കി തരാം. ഡോക്ടർ വിഷമിക്കേണ്ടി വരില്ല. പിന്നെ ചില അവകാശങ്ങളൊക്കെ ഞാൻ എടുക്കും. ഉദാഹരണത്തിന്
കല്യാണത്തിന്റെ അന്ന് ഡോക്ടറെ കൊടുക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ഞാൻ വാങ്ങും. ഡോക്ടർ എന്ത് പറയുന്നു? അത് ദേ എതിര് പറയരുത്, എനിക്ക് സങ്കടം വരും. ഒരു ഫോട്ടോ ഉണ്ടോ കയ്യില്? ഏ ഫോട്ടോ ഡോക്ടറുടെ പത്രത്തിൽ കൊടുക്കാനാ. ഡോക്ടറുടെയും നന്ദിനിയുടെയും ഒരു അടിക്കുറിപ്പ് ഉണ്ടാവും. ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ നന്ദിനി, ഇവർ ചിലപ്പോൾ അടുത്ത ആഴ്ച വിവാഹിതരായേക്കും. അങ്ങനെ കൊടുക്കാൻ എന്താ? വിവാഹിതരായേക്കെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വിവാഹം കഴിഞ്ഞിട്ട് വിവാഹിതരായി എന്ന് പറഞ്ഞു കൊടുത്താ പോരെ? അതിൽ പുതുമയില്ല. വിവാഹിതരായേക്കും എന്ന് പത്രത്തിൽ കൊടുക്കുന്നതാണ് പുതുമ. ഫോട്ടോതാ ഫോട്ടോതാ ഏ? ഫോട്ടോതാ ഫോട്ടോ ഒന്നും ഇല്ല. ഫോട്ടോതാ. എന്തായി സാവിത്രി? എന്ത്? നന്ദിനോട് നീ സംസാരിച്ചില്ലേ? സംസാരിച്ചല്ലോ. എന്നിട്ട് അവക്ക് ഏതോ ലൈബ്രറിയിൽ പോണോത്രേ. പിന്നെ ഏതോ ഒരു ഇംഗ്ലീഷ് പഠിത്തത്തിന് കാസറ്റ് കൊടുക്കണമെന്ന്. കാസറ്റോ? ഛേ, അതല്ല ഞാൻ ചോദിച്ചത്. ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യത്തെ പറ്റി സംസാരിച്ചില്ലേന്ന്. ഇല്ല. സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? പൂവ്. പക്ഷെ സംസാരിക്കണമെന്ന് എനിക്കൂടെ തോന്നണ്ടേ? ആ ഒരു പാവം ചെറുക്കന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ട് പറഞ്ഞ പോലെ അവൻ ഇവിടെ കാണുന്നില്ലല്ലോ. എന്തിനാ കാണുന്നത്? ഈ വീടിന്റെ അവകാശം കൂടി നിങ്ങൾ എഴുതി വാങ്ങിയില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ മുൻകൈ എടുത്തിട്ടാണ് നന്ദിനിയെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതെങ്ങാനും അവനോട് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ, ഈ മാധവൻ തമ്പിയുടെ തലസുരമ നീ കണ്ടിട്ടില്ല? ഓ, ഞാൻ ഒരുപാട് കണ്ടതാ. ആ കണ്ടതുപോലെ ഇനി നീ കാണാൻ പോകുന്നത്. എന്ത് കുന്തോ ആയാലും നന്ദിനി അത്ര പെട്ടെന്ന് ഒരു കല്യാണത്തിന് തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ കാര്യം ഞാൻ നോക്കിക്കോളാം. കല്യാണത്തിന് അങ്ങനെ അവളെ സമ്മതിച്ചില്ലെങ്കിലുണ്ടല്ലോ അവിടെ കയ്യും കളി ഞാൻ ചവിട്ടി ഓടിക്കും. ആരുടെ കയ്യും കാലാണ് അമ്മാവ? ആരിത് മഹാദേവനോ? നീ എവിടെ ആയിരുന്നടാ? അതേ, നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നന്ദിനിയുടെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കുന്നു പറയായിരുന്നു. അതൊന്നും വേണ്ടിവരില്ല അമ്മാവ. അല്ലാതെ തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും. ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം ചെയ്യിക്കട്ടെ. മോനെ മഹാദേവ, എന്താ നീ ഉദ്ദേശിച്ചത്? കടിഞ്ഞാൺ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഏത് കടിഞ്ഞാൻ? നീ കുതിരയെ മേടിച്ചു? ഒരു എലിയെ പിടിച്ചാൽ പൂച്ച അതിനെ പെട്ടെന്ന് അങ്ങനെ തിന്നുകടയില്ല. കുറേ നേരം ഇങ്ങനെ തട്ടി തട്ടി കളിക്കും. അതൊരു രസ. ഏത് പൂച്ച? ഏത് എലി? പൂച്ച ഞാനാ. എലി എലി അത് പിന്നെ പറയാം. ഇപ്പൊ പറ മോനെ. വേണ്ട, കാര്യം അറിയുമ്പോ അമ്മാവൻ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നില്ലെങ്കിൽ നോക്കിക്കോ. ഒന്ന് പറ മോനെ. പിന്നെ പറയാം. നന്ദിനിയെ അവൾ ഇഷ്ടപ്പെടുന്ന മിടുക്കനായ ഡോക്ടർ തന്നെ കെട്ടട്ടെ. എവിടം വരെയായി അമ്മാവ കാര്യങ്ങൾ? ഇന്ന് കാലത്ത് അവള് പറയാ അവ ഉടനെ ഡോക്ടറെ കല്യാണം കഴിക്കണമെന്ന്. സ്ത്രീധനത്തുക നാളെ തന്നെ ഡോക്ടർക്ക് കൊടുക്കണമെന്നും അവന്റെ വീട്ടിൽ അറ്റകുറ്റപ്പണി ചെയ്യാൻ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ കുഞ്ഞേ. ഡോക്ടർ അറ്റകുറ്റപ്പണിയൊക്കെ തുടങ്ങിയോ? അതെന്നെ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ വിധിയാണ്. രക്ഷപ്പെടാനുള്ള അവസാന സന്ദർഭവും നഷ്ടമായി. 2 ദിവസത്തിനകം നല്ലൊരു തുക കൈവന്നേനെ എല്ലാം തൊലഞ്ഞു. ഈ മഹാദേവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിന്നെ നേരി കണ്ടിട്ടും ഒരു വ്യാജനാണെന്ന ഭാവം പോലും നടിക്കാത്തത്. ഏതോ വാഹനം വന്നിട്ടുണ്ട്. ഏയ്, നിന്റെ ഉള്ളിലുള്ള ഭയം കൊണ്ട് തോന്നിയതാ. പോലീസ് എങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട് വ്യാജ ഡോക്ടർ? ഒളിച്ചോടാനുള്ള പദ്ധതിയാണല്ലേ? വ്യാജ ഡോക്ടറുടെ കൂടെ വ്യാജ ദല്ലാളും ഉണ്ടല്ലോ. അതും സൗകര്യമായി. ഇവനെ തെരഞ്ഞ് നമ്മൾ ഇനിയും കറങ്ങാതെ കഴിഞ്ഞല്ലോ. രണ്ടുപേരും പോന്നോളൂ. എത്തിയോ? ഇത് ഏത് സ്ഥലം? ഇതാണ് നിന്റെ തന്തയുടെ തറവാട്. ഞാൻ വ്യാജനല്ലെന്ന് പറഞ്ഞില്ലല്ലോ. കുറ്റം സമ്മതിക്കായിരുന്നല്ലേ അടിക്കേണ്ടത്? വ്യാജനാണെന്ന് സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും ഇരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതെവിടുത്തെ ന്യായം? ഇത് ഇവിടുത്തെ ഞങ്ങളുടെ ന്യായം. ഇത് ഞാൻ സമ്മതിക്കില്ല. ജയിലിൽ കൊണ്ടുവന്ന് മനസ്സിലാക്കാം. ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാനാണോ ഭാവം? കൊല്ലടാ, കൊല്ലും. മീശയില്ലാത്ത പോലീസുകാർ മീശ വെക്കണമെന്ന സർക്കാർ ഉത്തരവ്. വ്യാജ പോലീസാണോ? അടിയറായി മുട്ടി.
ശരിക്കുള്ള പോലീസിനെ കിട്ടിയില്ലേ? ശരിക്കുള്ള പോലീസിനെ അറിയിച്ചാൽ ഞങ്ങളുടെ ആശുപത്രിക്കല്ലേ ചീത്തപ്പേര്. മാത്രമല്ല, നന്ദിനിയുടെ കാര്യത്തിൽ താൻ എന്നോട് കാണിച്ച ചതിക്ക് 2 എണ്ണം പൊട്ടിച്ചു തന്നില്ലെങ്കിൽ എന്താ സുഖം? ഇപ്പൊ സുഖമായോ? പ്രതീക്ഷിച്ചത്ര സുഖമായില്ല. വേഷം കിട്ടിയവന്മാര് പോരാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നേരിട്ട് തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? ആവാം. വിഷപ്പാമ്പുകളെ ഞാൻ കൈകൊണ്ട് തൊടാറില്ല. എങ്കിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? 2 പേരും കൂടി നേരത്തെ ചെയ്ത മരുന്ന് കച്ചവടമല്ലേ, അത് തുടരാലോ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി ഡോക്ടറെ ജോലി തന്നെ നോക്കാം. പക്ഷെ ആ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ കറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വളരെ ക്രൂരമാണ്. മാനസിക പീഡനമാണ് ഏറ്റവും വലിയ പാപം. മിസ്റ്റർ മഹാദേവൻ, ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറയുക, ആശുപത്രിയിലെ സിസ്റ്റർ നിർമ്മലയെ ഞാൻ സ്നേഹിച്ചു. ഞാൻ ആരാണെന്നറിഞ്ഞിട്ടും അവൾ എന്നെ വെറുത്തില്ല. നന്ദിനി ഒരിക്കലും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അമ്മാവൻ എനിക്ക് കുറെ പണം തരാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ഒരു ചെറിയ നാടകം അവിടെയും കളിച്ചെന്നേ. അമ്മാവൻ നിർബന്ധിച്ചു? സംശയമുണ്ട്. അയാൾ മഹാ താപ്പാനെ. എന്നെ വെച്ച് പണം കൊയ്യാമെന്നുള്ള മോഹമായിരുന്നു അയാൾക്ക്. എല്ലാം എനിക്കറിയാം. നിങ്ങളെ അയാൾ കുരങ്ങ് കളിപ്പിക്കുക. ഞങ്ങൾക്കും കുറെ മനുഷ്യത്വം കൊണ്ട് സാറേ. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കിയത്. മറ്റാശ്രയമില്ലാത്ത ചിലർ കൂടി വേണ്ടിയാണ്. പക്ഷെ തോറ്റു. ദേവി അത് വിശ്വസിക്കണം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ജയിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല ഈ ലോകം, തോൽക്കുന്നവരുടെയും കൂടിയാ. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ ലോക്കപ്പിലാക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് പിടികൊടുക്കാം. എന്തു വേണം? പറയണം സാർ. ലോക്കപ്പിലാക്കാനൊന്നും എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിൽ പൊയ്ക്കോട്ടെ. ദൈവാധീനം കൊണ്ട് ആശുപത്രിക്ക് ഞാൻ കാരണം ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. ഗുഡ് ബൈ. ഡോക്ടർ. ഡോക്ടർ എന്തിനാ കളിയാക്കുന്നത്? സോറി, വിളിച്ച് ശീലിച്ചു പോയതല്ലേ. അമ്മാവൻ ഇപ്പോഴും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് തിരശ്ശീല വീഴാറായിട്ടില്ല. രാഘവ, ആരാണോ നോക്കിയേ? ഡോക്ടറാണെങ്കിൽ അവിടെ ഇരിക്കാൻ പറ. ഹലോ. യെസ്, ഡോക്ടർ നന്ദിനി അല്ലേ? അതെ. എന്നെ ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഡാഡിയുടെ കൂടെ 1-2 തവണ ഇവിടെ വന്നിരുന്നു. ഡാഡി എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ല. കേരളത്തിലെ ഒരു പാവം PWD മിനിസ്റ്റർ. ഞാൻ അദ്ദേഹത്തിന്റെ 1 and only സൺ ഹരികൃഷ്ണൻ. ഓർക്കുന്നു? ഡാഡി അറിയാം. അത് തന്നെ വലിയ കാര്യം. എന്നെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിന് മാത്രം ഒന്നുമില്ല താനും. അതെനിക്കറിയില്ല. ഓർക്കുന്നില്ലെന്ന് പറഞ്ഞത് ഓർക്കാത്തോണ്ട് തന്നെയാ. യെസ്, മനസ്സിലായി. ഡാഡി പറഞ്ഞിട്ട് എപ്പോഴും ഓർമ്മയിലുണ്ട്. പഠിക്കാൻ പുറത്തു പോയിരിക്കായിരുന്നല്ലേ? ഉവ്വ്. എന്ന് തിരിച്ചു വന്നു? കുറച്ചു നാളായി. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. എനിക്ക് ധൃതിയൊന്നുമില്ല. ഇവിടേക്ക് മാത്രമായിട്ട് വന്നതാ. ഉള്ള കാര്യം തുറന്നു പറയട്ടെ. എന്ത്? എന്റെ ഓർമ്മയിലുള്ള നന്ദിനി ഇത്രയ്ക്ക് സുന്ദരിയായിരുന്നില്ല. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. അച്ഛാ, ഏതൊരാൾ കാണാൻ വന്നിരിക്കുന്നു. അല്ല, ആരിത്? അച്ഛൻ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അച്ഛനവിടെ ഇലക്ഷൻ തിരക്കില്ല. ഒരു പ്രധാന കാര്യം നേരിട്ട് പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഇരിക്കേ. അല്ല, ഇലക്ഷൻ ഫണ്ടോ മറ്റോ ആണോ? ഹേ അല്ല, ഒരു രഹസ്യമാണ്. അങ്കിളിനും ഗുണമുള്ള കാര്യമാണെന്ന് കൂട്ടിക്കോ. ഇവിടുത്തെ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യം പുറത്തു വിട്ടിട്ടില്ല. സ്റ്റേഡിയം വരുമ്പോൾ അതിന് ചുറ്റുമുള്ള സ്ഥലത്തിനൊക്കെ വില 10 ഇരട്ടിയെങ്കിലും ഒറ്റയടിക്ക് കയറും. ആളുകൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ആളുകളുടെ പേരിൽ ആ സ്ഥലങ്ങൾ വാങ്ങിയെടുക്കണം. അങ്കിളിനോട് കാശ് റെഡിയാക്കി വെച്ചോളാൻ ഡാഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാം. അങ്കിൾ ഒരു കാര്യം ചെയ്യൂ, ഞാൻ അവിടെ TV കാണും. സമയം പോലെ അങ്ങോട്ട് വന്നാൽ മതി. എനിക്ക് വേറെ ചിലരുടെ മീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ വന്നേക്കാം. അല്ല, ഒരു ചായ. ഞാൻ ഇനിയും വരുമല്ലോ. ശരി. വരണം വരണം. ഫോൺ വന്നപ്പോ പോലെ ഞാൻ ഡോക്ടറെ കാത്തിരിക്കുക. ഡോക്ടർ പറഞ്ഞത് ശരിയാ. സംഗതി ഇങ്ങനെ എടിഞ്ഞു നീങ്ങിയാ പോരല്ലോ. ഒന്നും ചൂടാകട്ടെ. അകത്തിരിക്കാം. ഡോക്ടർ ഇരിക്കേ. അച്ഛന്റെ പേരെന്താ പറഞ്ഞേ? ഭാർഗവൻ പിള്ള. ആ, മിസ്റ്റർ പിള്ളയോട് പണം ഈ ആഴ്ച കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതേ. അതിന് വെച്ച് താമസിപ്പിക്കണ്ട. അവിടുത്തെ കാര്യമാണല്ലോ ആദ്യം നടക്കേണ്ടത്. നാളെ മറ്റും നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? വീടൊന്ന് കാണുകയും ചെയ്യാലോ. അല്ല, അതിപ്പോ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ പെയിന്റിങ്ങും മറ്റുമൊക്കെ എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടാവാം.
അപ്പോഴേക്കും ഞാനും ഒന്ന് ഫ്രീ ആവും. പണം വേണമെങ്കിൽ ഞാൻ അങ്ങ് എത്തിച്ചേക്കാം. ആയിക്കോട്ടെ. പിന്നെ കല്യാണത്തിന് നടത്തിപ്പിനെ കുറിച്ച് ഡോക്ടർക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. എവിടെ വെച്ച് വേണം, എങ്ങനെ വേണം എന്നൊക്കെ എല്ലാം ഡോക്ടർ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുക. എന്താ ധൃതി വെക്കണ്ട, സമയമുണ്ടല്ലോ. എല്ലാം ഇവിടുത്തെ ഇഷ്ടം പോലെ മതി. ഇതാ എനിക്ക് അത്ഭുതം. ഇത്രയൊക്കെ ആയിട്ടും ഡോക്ടറിന്റെ ഈ ലാളിത്യം, എളിമ, സത്യത്തിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഈ പ്രകൃതമാണ്. ഡോക്ടർ ഇരിക്കെ, ഞാനിതാ വരുന്നു. പറഞ്ഞതൊക്കെ മുഴുവനും ഉണ്ട്. ആദ്യം ഇതങ്ങോട്ട് എത്തിക്കുക. നല്ല കാര്യം നടക്കുമ്പോഴാ ഫോൺ. ഹലോ അങ്കിളെ, ഇത് ഞാനാ ഹരികൃഷ്ണൻ. ഒരു അത്യാവശ്യ കാര്യം അറിയാനാ വിളിച്ചത്. എന്താ? അല്ല, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഒരു കാർ അങ്ങോട്ട് വന്നില്ലേ? ആരാ അതിനകത്തുണ്ടായിരുന്നത്? അതെ, നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടറാ, ഡോക്ടർ രാജഗോപാൽ. ഡോക്ടറോ? അവനോ? അങ്കിൾ, ഇതെങ്ങനെ ഈ ചതി പറ്റി? അവന്റെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയാം. അവൻ ഡോക്ടറുമല്ല, ഒരു ചുക്കുമല്ല, അപകടകാരിയാ, ഒരു വ്യാജ ഡോക്ടറാ. ശരി. ആരാ? അതെ, പിന്നെ സ്വാമിജി കേട്ട് കാണും. സ്വാമി വിശ്വതീർത്ഥാനന്ദ ഹരിദ്വാറിലെ അമൃതാശ്രമത്തിലെ മഠാധിപതിയാ. ഇവിടെ ഒരു ആശ്രമം സ്ഥാപിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഗസ്റ്റ് ഹൗസിലാ താമസം. ഞാൻ സ്വാമിയുടെ ഒരു ആരാധകരാ. ഒന്ന് കാണാൻ അനുവാദം ചോദിച്ചിരുന്നു. ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞിരിക്കുക. നന്ദിനിയുടെ കല്യാണക്കാരും ഞാൻ ഫോണിൽ കൂടെ സൂചിപ്പിച്ചിരുന്നു. ചെക്ക് ധാരാളം ചോദിക്കുകയായിരുന്നു. ഏതായാലും ശുഭലക്ഷണമാണ്. പണം അങ്ങോട്ട് തരാൻ പോവുകയും സ്വാമിയുടെ വിളി വരികയും. ഡോക്ടർ കൂടി വന്നോളൂ, നമുക്കൊന്ന് പോയി കാണാം. ആ തൃക്കൈ കൊണ്ട് തന്നെ ഈ പണം അങ്ങോട്ട് വാങ്ങിച്ചോളൂ. എന്താ? അതുപോലെ അത് മതി, അത് മതി. ആ, ഐശ്വര്യമായിരിക്കും. വാ 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 വാ. ഓ, വരൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഡോക്ടർ ഇവിടെ നിൽക്കേ, ഞാൻ സ്വാമിയെ കണ്ട് അനുവാദം പിടിച്ചിട്ട് വരാം. ശരി. ഹരികൃഷ്ണ, നീ പറഞ്ഞൊക്കെ ശരിയാണോ? അവൻ തന്നെയാണോ? ഉറപ്പാണോ? അവൻ തന്നെ, എനിക്ക് ഉറപ്പുണ്ട്. അവനിപ്പോ എവിടെയുണ്ട്? വീട്ടിലിരിക്കുക. അവൻ ഡോക്ടർ അല്ലെങ്കിൽ ഇത്രയും രോഗികളെ എങ്ങനെ ചികിത്സിച്ചു? എങ്ങനെ ഇത്ര പേരുണ്ടാക്കി? അതൊന്നും എനിക്കറിയില്ല അങ്കിൾ. ഞാൻ ആണയിട്ട് പറയുന്നു, അവൻ ഡോക്ടറല്ല. ഞാൻ പോലീസ് വിളിച്ചു പറയാം. ഇപ്പൊ തന്നെ അവനെ പൂട്ടണം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. സ്വാമിജി വിളിക്കുന്നു. ഇവനാണോ സ്വാമിജി? ഇത് തന്നെയാണോ ആള്? അപ്പൊ നീയാണ് ഫോൺ ചെയ്തത്. നന്നായി. ഒത്തിരി നാളായി ആഗ്രഹിക്കുന്ന ഈ കണ്ടുമുട്ടൽ. തലസ്ഥാനത്ത് ഞാൻ വന്നിരുന്നു. പോലീസും പട്ടാളവും കാവൽ നിൽക്കുന്ന മന്ത്രിയുടെ കൊട്ടാരത്തിനകത്ത് കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എവിടെ നിന്റെ തന്ത? ഒരു ദിവസം ആശുപത്രിയിൽ വെച്ച് അവനെ എന്റെ കൈ കിട്ടിയതാ. പ്രതികരിക്കാൻ പറ്റിയില്ല. അവൻ വെറും ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരനായിരുന്നപ്പോ ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് ശിക്ഷ വാങ്ങിച്ചു തന്നു. ഇന്നവൻ മന്ത്രിയാണ്. എന്നെ എന്തും ചെയ്യാൻ കഴിയും. ചിലപ്പോ ഈ ഭൂമുഖത്ത് തന്നെ എന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇപ്പോ ഈ നിമിഷം എന്നെ തടയാൻ ആർക്കും കഴിയില്ലടാ. അയ്യോ, അയ്യോ, വേണ്ട. No!
പോലീസ് സ്റ്റേഷനല്ലേ? ഡോക്ടർ രാജഗോപാൽ വന്നിട്ടില്ല സാർ. അവിടെ നോക്ക്, നിങ്ങളിവിടെ. ആരാ? അയ്യോ, എന്താ എന്തുണ്ടായി? പരിഭ്രമിക്കണ്ട, എനിക്കൊന്നുമില്ല. ചെറിയൊരു ആക്സിഡന്റ്. എങ്ങനെ പറ്റിയത്? അയ്യോ, ചോര വരുന്നുണ്ടല്ലോ. നീ വേഗം തുണിയെടുത്തോണ്ട് മുറിവ് കിട്ടുമോളെ. ഇരുട്ടായിരുന്നു, കല്ലുവെട്ട് കുഴി കണ്ടില്ല, മറിഞ്ഞു വീണു. ഡോക്ടർ ഇതെവിടെ പോയതാ? ഇങ്ങോട്ട് തന്നെ. സിസ്റ്ററിനോട് ഹോസ്പിറ്റലിൽ ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. കുറച്ച് വെള്ളം വേണം. ഇപ്പൊ എടുക്കാം. കല്ലുവെട്ട് കുഴിയിൽ വീണെന്ന് അമ്മയോട് നുണ പറഞ്ഞു. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി വരുക. പലനാൾ കള്ളൻ, ഒരു നാൾ കുടുങ്ങും. അത് സത്യമായി. തീർന്നു, എല്ലാം തീർന്നു. എനിക്ക് തീരെ നടക്കാൻ വയ്യ. ഈ ഒരു രാത്രി, ഇന്ന് മാത്രം എന്നെ ഇവിടെ തങ്ങാൻ അനുവദിക്കണം. ഇത് ഇത്രയും പെട്ടെന്ന് എങ്ങനെ പത്രത്തിൽ വന്നു? സാരമില്ല, ആ തെണ്ടിയെ പോലീസ് പിടിച്ചോളൂ. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, രോഗികളെ സമാധാനിപ്പിക്കും. ഒന്നുമില്ലെങ്കിലും എന്റെ മോളെ അപ്പാർസിയസ് അല്ലേ, അവൾ രണ്ടിനെ പഠിച്ചല്ലേ. അവൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ചാർജ് എടുത്തോളും. പക്ഷേ അതുവരെ രോഗികളുടെ മനോവീര്യം ചോർന്നു പോകാൻ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയും. ആശുപത്രി മുതലാളി മാധവൻ തമ്പിയെ അറസ്റ്റ് ചെയ്യുക. അതിന് മാധവൻ തമ്പി എന്ത് വിളിച്ചു? നിങ്ങൾ എന്ന് അവർ തടയൂ, ഞാനവിടെ ഇല്ലെന്ന് പറയൂ. എടാ ചെല്ലടാ. വണ്ടി എടുത്തോ, അവന്മാര് വരുന്നുണ്ട്. അയ്യോ, എന്നെ ആക്ഷേപിക്കില്ലേ? അയ്യോ, ഞാന് പാവമാണ്. ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. എന്താ മോളെ? എന്തുണ്ടായി? എന്തുണ്ടായെന്ന് പറയും. ഒന്നും ഉണ്ടായില്ല. ദയവേത് ഞങ്ങൾ ഒന്നും ചെയ്യരുത്. കാലി പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഒന്നിവിടെ ഇറങ്ങി തരുമോ? ഇറങ്ങാം. ഇത് ഇന്നലെ രാത്രി തന്നെ പറയാമായിരുന്നല്ലോ. ഞാൻ അപ്പോഴേ പോയെന്നെ. പോലീസിന് പിടികൊടുക്കാൻ മടിയുണ്ടായിട്ടല്ല. അതിനു മുമ്പ് എന്തുകൊണ്ടോ ഒന്ന് കാണണമെന്ന് തോന്നി. ദേഹത്തുള്ള മുറിപ്പാടുകളിൽ മരുന്ന് വെച്ച് തന്നപ്പോ മനസ്സിലുള്ള മുറിവുകളും കുറേങ്ങ് കരിഞ്ഞു. ഉള്ളിലെവിടെയോ എന്നോടുള്ള ദയയുടെ ഒരു അംശം ബാക്കിയുണ്ടെന്ന് തോന്നിയത് കൊണ്ട് നിന്നു. പക്ഷേ ഞാൻ പോകേണ്ടവനാണ്. അതെത്രയും വേഗത്തിലായാൽ അത്രയും നന്ന്.
ഞാൻ പോട്ടെ മോനെ. രാവിലെ യാത്ര ചോദിച്ച് ആശുപത്രിയിലേക്ക് പോയ നിർമ്മലയല്ല ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ എന്ത് സംഭവിച്ചുവെന്ന് വെറുതെ ഒന്നറിയാൻ മാത്രം. അറിഞ്ഞില്ലെങ്കിൽ ജയിലിനകത്തിരുന്ന് ഞാൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ കരച്ചിലിന്റെ അർത്ഥം അറിയാതെ കുഴയും. ഇതിലുണ്ട്, വായിച്ചു നോക്ക്. ഇത് നന്നായി. എന്റെ ആത്മകഥ വിശദമായി പത്രത്തിൽ വന്നല്ലോ. എന്നെപ്പറ്റി ഇനി ഒരു സംശയവും ആർക്കും ബാക്കിയുണ്ടാവില്ല. നിർമ്മല കരഞ്ഞതിന്റെയും എന്നെ പേടിച്ചതിന്റെയും കാരണം ഇപ്പൊ വ്യക്തമായി. പെൺകുട്ടികളെ നശിപ്പിച്ചു കൊല്ലുന്ന എന്നെ ആരായാലും ഭയപ്പെടും. 7 വയസ്സ് തൊട്ട് എനിക്ക് അമ്മയില്ലായിരുന്നു. നിർമ്മലയുടെ അമ്മയുമായി ഏതാനും മണിക്കൂറുകളുടെ പരിചയമേ എനിക്കുള്ളൂ. എങ്കിലും ഒരമ്മയുടെ കാരുണ്യം എനിക്ക് കിട്ടി. നിർമ്മലയെ ഇനി എനിക്കൊന്നും ബോധ്യപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അമ്മ അറിയണം. അറിയിക്കാതെ ഈ പടി ഇറങ്ങിപ്പോകാൻ എനിക്ക് കഴിയില്ല. ആ 4ാമത് നിൽക്കുന്ന പെണ്ണ് നീ തന്നെ ഇങ്ങോട്ട് നീങ്ങി നിക്കടി. എന്താടി നിന്റെ പേര്? ഗായത്രി. ഏതാ നിന്റെ നാട്? തിരുനക്കര. ഓ, തിരുനക്കര. നമ്മുടെ വഞ്ചി നിന്നുപോയ സ്ഥലം. എന്ത്? വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന് കേട്ടിട്ടില്ലേ? അത് ശരിയാ. എന്താടി നിന്റെ തള്ളയുടെ പേര്? ചോദിച്ചത് കേട്ടില്ലേ? പറഞ്ഞു കൊടുത്തേക്ക് മോളെ. ശ്രീദേവി. അമ്മയുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് തന്തേണ്ടോടി? അയ്യേ, മോള് കരയണ്ട കേട്ടോ. ഈ റാഗിങ് കുട്ടിക്ക് ഗുണമേ ചെയ്യൂ. അടുത്ത കൊല്ലം കുട്ടിക്ക് കുട്ടിയുടെ ജൂനിയേഴ്സിനെ റാഗ് ചെയ്തൂടെ? അതിരിക്കട്ടെ, ഡാൻസ് അറിയൂ? സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. സ്വല്പ ക്ലാസിക്കലാണേ, വളരെ ശ്രദ്ധിച്ചു നോക്കണം. ആ ഒന്ന് മാറിയുന്നേ, ഒന്ന് മാറിയുന്നേ. ഇതുപോലെ ചെയ്തേ, ഇതുപോലെ ചെയ്യടി. നിർത്ത് രാജഗോപാലെ. കൊച്ചു പെമ്പിള്ളേരുടെ തോന്നിസം കാണിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ റാഗിങ് പാടില്ല എന്ന് കഴിഞ്ഞ വർഷം തീരുമാനിച്ചല്ലേ? ആര് തീരുമാനിച്ചു? ഹരി, നീ വലിയ പുണ്യാളം ചമയല്ലേ? ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നിർദോഷമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇവരെന്റെ സഹോദരിമാരാ. ഞങ്ങൾ കരയണ്ട, ഇങ്ങ് പോരെ. ദേ, ഇവിടുന്ന് ഞങ്ങളുടെ അനുവാദമില്ലാതെ പോയാലുണ്ടല്ലോ. താനൊരു ചുക്കും ചെയ്യില്ല. മോള് വാ. നിന്നെ ഞാൻ എടുത്തോളാടി കേട്ടോ. ഒന്ന് പോടാ. അവന്മാരെ ഞാനിന്നൊരു പാഠം പഠിപ്പിക്കും. കുട്ടി വിഷമിക്കണ്ട. നിങ്ങൾ പോയി പ്രിൻസിപ്പാൾ എവിടെ ഉണ്ടോ നോക്ക്. കംപ്ലൈന്റ് ഒന്നും വേണ്ട, പിന്നീട് അത് പ്രശ്നമാകും. എന്ത് പ്രശ്നം? അവന്മാർ ഇവിടുന്ന് പുറത്താക്കിയിട്ട് തന്നെ കാര്യം. എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളെ ഉപദ്രവിക്കാന്ന് വെച്ചാൽ കുട്ടി ധൈര്യമായിട്ടിരുന്നു. ഒന്നും പേടിക്കണ്ടെന്നേ. ആരും അറിയാനും തോന്നില്ല. ഒന്നുമില്ലെങ്കിലും ആ തെണ്ടികളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ ഞാൻ രക്ഷിച്ചതല്ലേ. ഇങ്ങനെ കരഞ്ഞാലെങ്ങനെയാ? ജീവിച്ചിരിക്കില്ല. കുട്ടി, കുട്ടി അവിടെ നിൽക്കാൻ. കുട്ടി, അവനാണ് കൊന്നത്, അവനാണ് കൊന്നത്, അവനാണ് കൊന്നത്, അവനാണ് കൊന്നത്.
അച്ഛനിപ്പം മന്ത്രിയാ. വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ ഞങ്ങൾ വീണ്ടും ഒന്ന് കണ്ടു. ഈ വാർത്തയുടെ പുറകിൽ അവനാ. എന്റെ ജീവിതം തകർത്തവൻ. എന്നിട്ടും അവന് മതിയായില്ല. ഒരു ഡോക്ടർ ആകാൻ കഴിയാത്തതിലുള്ള നിരാശയിൽ നിന്നാവാം ഉപബോധ മനസ്സ് ഒരു വ്യാജ ഡോക്ടറാകാൻ എന്നെ പ്രേരിപ്പിച്ചത്. വീണ്ടും ഒരിക്കൽ കൂടി യാത്ര ചോദിക്കുന്നില്ല. എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും മാപ്പ്. എന്റെ മോള് ഭാഗ്യവതിയാ. താലി കെട്ടി പോരുന്നെങ്കിൽ ഇപ്പൊ വേറെ താലി അന്വേഷിക്കേണ്ടി വന്നേനെ. ചിലര് പറയുന്നത് ഇവൻ വീരപ്പന്റെ സംഘത്തിൽപ്പെട്ടവനാണെന്നാണ്. എന്തായാലും സത്യമംഗലം കാട്ടിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. വീരപ്പന്റെ കൈകൊണ്ട് ചാവാനായിരിക്കും. എന്തൊരു ബഹളായിരുന്നു ഇവിടെ. മിടുക്കൻ, സുന്ദരൻ, പണം കായ്ക്കുന്ന മരം. എനിക്ക് അബദ്ധം പറ്റിപ്പോ എന്റെ സാവിത്രി. ഈ തെണ്ടി കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായിരിക്കുന്നു. ഇന്നും വല്ലവരും തല്ലിയോ? ഏയ്, ഇന്ന് ഞാൻ കാറിന് പുറത്തിറങ്ങിട്ടേ ഇല്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്കും നിർത്താതെ നേരെ ഇങ്ങോട്ട് പോന്നു. അത് ബുദ്ധിയായി. മോളെ, മോള് വിഷമിക്കേണ്ട. ഈ അച്ഛനുണ്ടല്ലോ, ഒന്നിനും കൊള്ളാത്തനായിട്ട് മോള് കരുതണ്ട. കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. നല്ല സുന്ദരനും സുമുഖനുമായ മറ്റൊരു പയ്യനെ അച്ഛൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ എന്നെ പറ്റിയുള്ള ധാരണ എന്താ? വിഷമിക്കണ്ട അത്രേ. എനിക്ക് വിഷമം ഉണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. എനിക്ക് പറ്റിയൊരു അബദ്ധം. അയ്യോ, അബദ്ധം പറ്റിയോ മോളെ? ഒന്ന് മിണ്ടാതിരിക്കച്ചാ. ഒരേ തൊഴിൽ ചെയ്യുന്നവർ തമ്മിലുള്ള സൗഹൃദം, അത് മാത്രമാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. അല്ലാതെ ഞാൻ അയാളെ സ്നേഹിക്കുകയോ കല്യാണം കഴിക്കണോ എന്ന് ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അത് വളരെ നന്നായി. എങ്കിൽ ഈ പുതിയ ഇറക്കനെ നീ സ്നേഹിച്ചു തുടങ്ങിക്കോ. ആരാണെന്ന് അറിയോ? നമ്മുടെ ഹരികൃഷ്ണൻ, പൊതുമരാമത്തിന്റെ മകൻ. അവന് ഇവിടെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. കേരളത്തിലെ ഒരു മന്ത്രി എന്നൊക്കെ പറഞ്ഞ ആരാ? എന്തോ ഒരു വരുമാനം. കോടീശ്വരനല്ലേ, കോടീശ്വരൻ. അച്ഛന് സുഖമായി ജീവിക്കാൻ ഇനി എന്തുമാത്രം പണം വേണ്ടി വരും? ഓ, എനിക്ക് എന്തിനാ മോളെ പണം? എല്ലാം നിനക്ക് വേണ്ടിയല്ലേ. നിനക്കറിയോ, മഹാദേവന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിന്റെ വർക്കിൽ എഴുതി വാങ്ങിയത്. ആണോ? സംശയമുണ്ടോ? ഓ, നോക്ക്, എനിക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്റെ പേർക്കല്ലേ ഞാൻ എഴുതി വാങ്ങിക്കൂ. ദയവേട്ടൻ ഇതൊക്കെ എന്റെ പേർക്ക് എഴുതി വെക്കാൻ കാരണം? അവൻ എങ്ങനെ തോന്നി എഴുതി. അല്ലെങ്കിൽ അവനെന്തിനാ മോളെ സ്വത്ത്? ഒറ്റ തടിയല്ലേ. ശരിയാ, ഞാൻ ഒറ്റത്തടിയാ. നിങ്ങളൊക്കെ ഇരട്ടത്തടി. നന്ദിനി ഇരട്ടത്തടി, അമ്മായി ഇരട്ടത്തടി, അമ്മാവനും ഇരട്ടത്തടി. മഹാദേവൻ ഒന്ന് പോയെ, ഞങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുക. അതെ, ദേവേട്ടൻ ഒപ്പിട്ട പ്രമാണമാണ് ചർച്ചാ വിഷയം. കുഴപ്പമില്ല അച്ഛാ, ഈ വിഷയം ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചേക്കാം. എന്താ നന്ദിനി നീ കാണിച്ചത്? കൈ കിട്ടിയത് മുഴുവൻ കളഞ്ഞില്ലേ? ഇനിയിപ്പോ ആശുപത്രിയും വീടും മറ്റു സ്വത്തുക്കളും എല്ലാം പിന്നെ എന്റെ തലയിലായില്ലേ? അവസാനിപ്പിക്കും. സാരമില്ല അമ്മാവ, അമ്മാവനുടൻ വേറൊരു പ്രമാണം റെഡിയാക്കിക്കോ. സ്വത്ത് ഞാൻ അമ്മാവന്റെ പേർക്ക് എഴുതാം. ഓ, എനിക്ക് എന്തിനാ മോനെ സ്വത്ത്? അമ്മായിയുടെ പേർക്ക് എഴുതിക്കോ. എന്നിട്ട് അമ്മായിയെ എനിക്ക് കെട്ടിച്ചു തരാനായിരിക്കും. അങ്ങനെ പറഞ്ഞാണല്ലോ സ്വത്ത് നന്ദിനിയുടെ പേർക്ക് എഴുതിയത്. അമ്മാവന് സിനിമയിൽ അഭിനയിച്ചൂടെ? ഇത്രയും കഴിവുകളുള്ള ഒരു നടൻ ഇന്ന് ഇന്ത്യയിലില്ല. ഭരത് അവാർഡ് കിട്ടും. കള്ളൻ, കോട്ട് കള്ളൻ. മഹാദേവ, മിണ്ടിപ്പോകരുത്. നന്ദിനിയുടെ സ്നേഹത്തിന് വില പറയാൻ ഇയാൾക്കെന്താ അധികാരം? നന്ദിനി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിലേ ഞാൻ അവളെ കല്യാണം കഴിക്കൂ. അതിന്റെ ഇടയിൽ കയറി വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലുണ്ടല്ലോ, താ റോട്ട് കിടക്കും. പെണ്ണന്വേഷിച്ച് വീടായ വീടൊക്കെ കയറിയിറങ്ങിന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോ വളരെ അവിചാരിതമായിട്ടായിരിക്കും നമുക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തുന്നത്. ഞാൻ ഈ കുട്ടിയെ മുമ്പും കണ്ടിട്ടുള്ളതാ, പക്ഷേ അന്നൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ തോന്നി. ഞാൻ അതല്ല ചോദിച്ചത്. ഹരിക്ക് വേറൊരു അഫയർ ഉണ്ടായിരുന്നല്ലോ, അതെന്നേ വിട്ടു. യെസ്, കമിൻ. ഇതാര്? മിസ്റ്റർ മഹാദേവന് വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. ഞാൻ പഞ്ചാബിൽ പോയിരിക്കുകയായിരുന്നു. അതെ, ഒരു സീരിയസ് പ്രശ്നം. എന്തേ? രഹസ്യമാണ്. പറഞ്ഞോളൂ, എനിക്കും ബാബുവിനിടെ രഹസ്യങ്ങളൊന്നുമില്ല. നന്ദിനിയെ പിടിച്ചോണ്ടുപോയി. അവളുടെ അമ്മാവൻ. നന്ദിനിയെ ഹരികൃഷ്ണനെ കൊണ്ട് കെട്ടിക്കാൻ അയാൾക്ക് ഇഷ്ടമില്ല. ഹരിയുടെ അച്ഛനോട് എന്തോ പൂർവ്വ വൈരാഗ്യം. എന്റെ അച്ഛനോടോ? അതെ, നന്ദിനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. ഹരിയേട്ടനെ ഉടനെ കാണണമെന്ന് നന്ദിനി എന്നോട് രഹസ്യമായി പറഞ്ഞു. ഓ, ഈ അമ്മാവനാര്? അയാൾ ഇപ്പൊ തന്നെ ഇടിച്ച് ശരിയാക്കണോ? അതൊന്നും വേണ്ട. എന്തൊക്കെയായാലും നന്ദിനിയുടെ അമ്മാവനായി പോയില്ലേ. വാ ബാബു. വേണ്ട, ഇങ്ങനൊരു കാര്യമാവുമ്പോ ഹരി തനിച്ചല്ലേ നല്ലത്. ഇല്ല ബാബു, കുഴപ്പമില്ല. അല്ല, അത് കുഴപ്പമില്ലെന്നേ. വാ.
ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര കുണ്ടുകുഴിയാണ്, കാറ് പോകില്ല. നിങ്ങൾ ഇവിടെ നിന്നോളൂ, ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്ക് കാർ ഇവിടെ കാണില്ല. ഭയങ്കര കള്ളന്മാരുടെ സ്ഥലമാണ്. ആണോ? അതെ. എന്നാ ബാബു ഇവിടെ നിന്നോളൂ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. ഓ, വാ, വാ. സൂക്ഷിച്ച്. ഇല്ല, കുഴപ്പമില്ല. വരൂ. നന്ദിനി ഇവിടെ? ഇവിടെ ഉണ്ട്, വരൂ. അന്നും ഇന്നും എന്റെ ജീവിതത്തിന്റെ വഴിമുടക്കാൻ വന്നവനാണ്. ഇനിയും കണക്ക് തീർക്കാൻ വൈകിക്കൂടാ. മഹാദേവ, എന്താ ഇത്? നിങ്ങളെ ചതിച്ചവന്റെ കൂടെ നിങ്ങളും ചേർന്നോ? ഇയാളിപ്പോ എവിടുന്ന് വന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഹരികൃഷ്ണ. വേദനിച്ചോ? സോറിയേ. നിനക്കെന്റെ നന്ദിനി കേട്ടോ? അല്ലടാ. ബാബു! ഒത്തിരി ആൾക്കാർ നീ കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് കോളേജിൽ വെച്ച് മരിച്ച ആ പെൺകുട്ടിയുടെ വീട്ടുകാർ, പിന്നെ ഞാൻ, പിന്നെ എന്റെ കുടുംബം. ഇന്ന് ആളുകളെ ചതിക്കാൻ മടിയില്ലാത്ത ഒരു കള്ളനായി ഞാൻ മാറി. എല്ലാത്തിനും നീയാണ് ഉത്തരവാദി. നിനക്ക് ഈ ശിക്ഷ പോരെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ ശിക്ഷയും ജയിലും ഒക്കെ ഒരു ശീലമായിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ജയിലിലേക്ക് പോകുന്നത് സന്തോഷത്തോടു കൂടിയാണ്. മഹാദേവ, ഞാൻ പോകുന്നു. എന്നെങ്കിലും കാണാം. കുറ്റം ചെയ്തവരൊക്കെ ശിക്ഷ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മിക്കവരുടെയും താമസം ഇപ്പൊ ജയിലിലായിരിക്കണം. രാജഗോപാലൻ സ്വന്തം പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ആലോചിക്കാം. ഇല്ല, ഇനിയെങ്കിലും എനിക്കൊരു മനുഷ്യനെ പോലെ ജീവിക്കണം. പോണം, എന്നെ തടയരുത്. പേടിക്കണ്ട, കയറി വരാം. സ്റ്റാഫൊക്കെ മിക്കവാറും പുതിയ ആൾക്കാരാ, രോഗികളും. ശിക്ഷ കഴിഞ്ഞ് ഇന്നലെ ഇറങ്ങി. എന്റെ ചേച്ചി, വീട്ടുകാർ, അവർക്ക് വേണ്ടി മഹാദേവൻ ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും മറക്കാനൊക്കില്ല.
ആശുപത്രിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടല്ലോ, എന്താ വിശേഷം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പോ പഴയ കഴുത്തറപ്പ സ്ഥാപനമൊന്നുമല്ല, ഓൾമോസ്റ്റ് ഒരു ധർമാശുപത്രി എന്ന് പറയാം. വാ. ആളിനെ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഡോക്ടർ മിസ്സിസ് നന്ദിനി മഹാദേവൻ. 6-7 മാസത്തിനകം ഒരു അമ്മയാവാനുള്ള സാധ്യത തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മിസ്റ്റർ ക്ലീൻ. അപ്പോ ഞാൻ അയച്ച കത്ത് നിർമ്മലയ്ക്ക് കിട്ടിയല്ലേ? പക്ഷെ നിർമ്മലയുടെ വിവാഹമാണെന്ന് ഇവിടെ വെച്ച്. അതിന്റെ അലങ്കാരമാണിതൊക്കെ. വരൻ മിസ്റ്റർ ക്ലീൻ തന്നെയാണ്. അത്ര പെട്ടെന്ന് സസ്പെൻസ് പൊളിക്കണമായിരുന്നു. ഈ ആശുപത്രിയിൽ വെച്ച് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, പരിചയപ്പെട്ടു, അടുത്തു, വഴക്കടിച്ചു, തെറ്റിപ്പിരിഞ്ഞു. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ആവട്ടെ നിങ്ങളുടെ കൂടിച്ചേരലും എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. പേടിക്കണ്ട, ജീവിക്കാനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. ഒരാളെ പറ്റി രാജഗോപാൽ അന്വേഷിച്ചില്ല. ആരെപ്പറ്റി? എന്റെ അമ്മാവൻ മാധവൻ തമ്പിയെ പറ്റി. അതെ, അദ്ദേഹം അവിടെ ഇപ്പൊ പഴയ ആളൊന്നുമല്ല, ഭയങ്കര ഉത്സാഹിയാ, എന്ത് ജോലിയും ചെയ്യും. അമ്മാവാ, ആ മാലയും പൊക്കെയൊക്കെ ഇങ്ങ് ഇട്. ഇവിടെ ഒരു അറ്റൻഡറുടെ ഒഴിവ് വന്നപ്പോ പുള്ളിക്കാരൻ സ്വയം അറ്റൻഡർ ആയതാ. അമ്മാവ മാല കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക. പല്ല് ചിലക്കാത്ത, കോഴി കൂവാത്ത ശുഭമുഹൂർത്തത്തിൽ മാലയിട്.